എല്ലാവർക്കും നമസ്കാരം. പരീക്ഷയുടെ തലേ ദിവസമാണ് അല്ലെ, നാളെയാണ് നമുക്ക് എക്സാം. എല്ലാരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവല് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റ് ലൈവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിചയമുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും നമ്മളുടെ ലൈവ്. മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും പിന്നെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു ലൈവാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും മാക്സിമം നന്നായിട്ട് തന്നെ പങ്കെടുക്കുക. അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് അപ്പോൾ തന്നെ പഠിക്കുക. ഇനി നമുക്ക് എഴുതി വെച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് എന്ന് പറഞ്ഞു വെക്കാനില്ല. നമ്മൾ കൂടെ തന്നെ പഠിച്ച് പോവുക. അപ്പൊ നമുക്ക് നമ്മളുടെ ലൈവിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ദ ലെജൻഡറി ഫൗണ്ടർ ഓഫ് ബ്രിട്ടൻ. ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യം നമ്മൾ കേട്ട് പരിചയമുള്ളതാണ് അല്ലെ. ദ ലെജൻഡറി ഫൗണ്ടർ ഓഫ് ബ്രിട്ടൻ ഒരു മുൻകാല ചോദ്യമാണ്. ഓപ്ഷൻ എ ബ്രൂട്ടസ്, ഓപ്ഷൻ ബി സെന്റ് പാട്രിക്, ഓപ്ഷൻ സി സെന്റ് ജോർജ് ആൻഡ് ഓപ്ഷൻ ഡി കിങ് ആർതർ. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ദ ലെജൻഡറി ഫൗണ്ടർ ഓഫ് ബ്രിട്ടൻ, ഫൗണ്ടർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓപ്ഷൻ എ ആണ് കേട്ടോ. ബ്രൂട്ടസ്, ബ്രൂട്ടസ് ഓഫ് ട്രോയ്. ബ്രൂട്ടസ് എന്നുള്ളത് എന്താണ്? ബ്രൂട്ടസ് ഓഫ് ട്രോയ്, ലെജൻഡറി ഫൗണ്ടർ ഓഫ് ബ്രിട്ടൻ ആരാണ്? ബ്രൂട്ടസ് ആണ്. ഓക്കെ, കിങ് ആർതർ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലേക്ക് വരാണ് എന്നുണ്ടെങ്കിൽ ഈ ബ്രിട്ടനും ഫൗണ്ടറും ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഏതാണ് എന്നുള്ളത് തോന്നും. കിങ് ആർതർ ആണ്. ഈ രണ്ട് ഓപ്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺഫ്യൂസ് ചെയ്യിക്കുന്നത് എന്നുണ്ടെങ്കിൽ കിങ് ആർതർ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക? ഹൂ ഈസ് ദ അല്ലെങ്കിൽ ദ ലെജൻഡറി ബ്രിട്ടീഷ് ലീഡർ അല്ലെ. ലെജൻഡറി ബ്രിട്ടീഷ് ലീഡർ, ദ ലെജൻഡറി ബ്രിട്ടീഷ് ലീഡർ ആണ് അദ്ദേഹം. അവിടെ ഉണ്ടായിരുന്ന വ്യത്യസ്ത ട്രൈബുകളെയൊക്കെ യുണൈറ്റ് ചെയ്തിട്ടുള്ള ലീഡറാണ്. ദ ലെജൻഡറി ബ്രിട്ടീഷ് ലീഡർ നോൺ ഫോർ യുണൈറ്റിംഗ് ട്രൈബ്സ് അല്ലെ, നോൺ ഫോർ യുണൈറ്റിംഗ് ട്രൈബ്സ്. ഓക്കെ, അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഫൗണ്ടർ എന്ന് പറയുമ്പോൾ ബ്രൂട്ടസ് ഓഫ് ട്രോയ് അല്ലെ, ബ്രൂട്ടസ്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ബ്രൂട്ട്, BRUTE, ബ്രൂട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. ദെൻ കിങ് ആർതർ ഇവിടെ ഇതാരാണ്? ദ ലെജൻഡറി ലീഡർ നോൺ ഫോർ യുണൈറ്റിംഗ് ട്രൈബ്സ്. അപ്പൊ ലെജൻഡറി ലീഡർ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതാരാണെന്ന് ഓർമ്മ വരിക? കിങ് ആർതർ ആണ് അല്ലെ. അപ്പൊ ആ ഒരു രണ്ട് ചോദ്യം, ബ്രിട്ടന്റെ ആ ഒരു ഇതായിട്ട് രണ്ട് ഓപ്ഷൻ നമ്മൾ നന്നായിട്ട് പഠിച്ചു. ഇപ്പൊ തന്നെ പഠിച്ചില്ലേ? ലെജൻഡറി ഫൗണ്ടർ ബ്രൂട്ടസ് ഓഫ് ട്രോയ് ആൻഡ് ലെജൻഡറി ലീഡർ ആരാണ്? കിങ് ആർതർ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ടേം ഫോർ ദ ഹ്യൂമൻ വോയിസ് ബോക്സ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇപ്പൊ ഇംഗ്ലീഷ് ലിറ്ററേച്ചറി കാറ്റഗറിയിൽ അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ നമുക്ക് കാറ്റഗറി 3 ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ഉള്ളതെന്ന്. നമ്മൾ ഈ ഒരു ഫോണറ്റിക്സും അതുപോലെ തന്നെ സൗണ്ടുകളും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ലാരിങ്സ്, പാരിങ്സ് എന്നൊക്കെ പറയുന്ന ഒരു ടേം നമുക്ക് എന്താണ് ഉപയോഗമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതും നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. ബ്രൂട്ടസിന് ശേഷം കടന്ന ഒരു ചോദ്യമാണ്. ദ ടേം ഫോർ ദ ഹ്യൂമൻ വോയിസ് ബോക്സ് എല്ലാവർക്കും അറിയാം അല്ലെ, പറയേണ്ട ആവശ്യമില്ല. ഫാരിങ്സ്, ലാരിങ്സ്, വോക്കൽ കോഡ് ആൻഡ് ഊല. ഏതാണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഏതാണ്? എല്ലാവർക്കും അറിയാം, ലാരിങ്സ് ആണ് ഇതെന്ന് പറയുന്നത്. The term for the human voice box അല്ലെ. ഫാരിങ്സ് മീൻസ് എന്താണ്? ഇറ്റ്സ് ത്രോട്ട് ആണ് അല്ലെ. ദെൻ വോക്കൽ കോഡ്സ് എന്ന് പറയുന്നത് എന്താണ്?
ഈ വോയിസ് ബോക്സിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ടിഷ്യൂസ് ആണ് അല്ലെ. മസിലാണ്, മസിൽ ടിഷ്യൂ ആണ്. അതെവിടെയാണുള്ളത്? ഈ വോയിസ് ബോക്സിലാണുള്ളത്. അത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ശബ്ദം ഉണ്ടാകുന്നത്. ദെൻ ഊല മീൻസ് എന്താണ്? നമ്മള് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഫുഡൊക്കെ ആ ഒരു നാസൽ പാസേജിലേക്കൊക്കെ എൻ്റർ ചെയ്യുന്നത് തടുക്കുന്നതാണ് ഈ പറഞ്ഞ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇംഗ്ലീഷ് ലിറ്ററേച്ചറുകാരെ സംബന്ധിച്ചിടത്തോളം ഏതാണ് നമുക്ക് ആവശ്യം? ആ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ലാരിങ്സ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ വിന്നർ ഓഫ് ദ 2024 നൊബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. കുറച്ച് നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. നമുക്കറിയാം, നമ്മൾ എന്ത് ശബ്ദം എഴുതുന്ന സമയത്തും കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള 1-2 മാർക്കും ഉണ്ടാകും. അപ്പൊ നമ്മളെ ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം നൊബേൽ പ്രൈസ് ജേതാക്കളാണ് അപ്പോഴത്തെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ബുക്കർ പ്രൈസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും അവിടുത്തെ കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവുക, വരാം അല്ലെ. ആർക്കൊക്കെ ഈ ഒരു ഉത്തരം അറിയാം? ഓപ്ഷൻ എ ജോൺ ഫോക്സ്, ഓപ്ഷൻ ബി അനെ എർനാക്സ് ആൻഡ് ഹാൻകാങ്, ദെൻ JM കോൾട്ടീസ്. ആരൊക്കെയാണ് ഇവര് എന്ന് പറയുന്നത്? ഓപ്ഷൻ സി തന്നെയാണ്, ഒരു സംശയവുമില്ല കേട്ടോ. 2024 നൊബേൽ പ്രൈസ് വിന്നർ ആരാണ്? ഹാൻകാങ് ആണ്. ആരോ ഹംഗേറി എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആണോ? ഹംഗേറി ആണോ? അല്ല. ഷീ ഈസ് ദ ഫസ്റ്റ് സൗത്ത് കൊറിയൻ റൈറ്റർ ടു വിൻ നൊബേൽ പ്രൈസ്. സൗത്ത് കൊറിയൻ ആണ് കേട്ടോ, സൗത്ത് കൊറിയൻ. ഷീ ഈസ് ദ ഫസ്റ്റ് സൗത്ത് കൊറിയൻ ടു വിൻ എന്താണ്? നൊബേൽ പ്രൈസ്. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഹാൻകാങ് എന്നുള്ളത് വളരെ ശരിയാണ്. പഠിച്ചു വെച്ചോളൂ. 2024 നമുക്ക് നമ്മുടെ ഓപ്ഷനുകളിലേക്ക് ഒന്ന് പോവാം. കാരണം ഈ 4 ഓപ്ഷൻസിലും ആർക്കൊക്കെ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ ഇയർ ആണ് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ആരാണ്? ഓപ്ഷൻ എ ആരാണ്? ജോൺ ഫോസ് ആണ്. 2023 കേട്ടോ. ജോൺ ഫോസ് ഏതാണ്? 2023 ആണ് അല്ലെ. എത്ര പേർക്കറിയാം ജോൺ ഫോസ് ഏത് രാജ്യക്കാരാണ്? ഏതാണ്? ഏത് ഓതർ അല്ലെങ്കിൽ ഏതാണ്? നോർവേജിയൻ ഓതർ ആൻഡ് പ്ലേ റൈറ്റ്. ഓക്കെ, നോർവേജിയൻ ആണ്, ഓതർ ആണ് നോർവേജിയൻ. നോർവേ അല്ലെ, നോർവേ. ദെൻ അടുത്തത് നോർവ. വെരി ഗുഡ്, നോർവ. കുറെ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്, സന്തോഷം. പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം കേട്ടോ. ദെൻ നെക്സ്റ്റ് ആരാണ് നമ്മളുടെ ഓപ്ഷനിലുള്ളത്? ആനെ എർണസ് അല്ലെ. അവരുടെ ശരിക്കും ചിലപ്പോ നിങ്ങൾ കാണും ആനി തെരേസെ ബ്ലാൻഷെ എർണോസ് എന്നുള്ളതൊക്കെ. അതാണ് ആനി തെരേസെ ബ്ലാൻഷെ എർണോസ് എന്നുള്ളതാണ് അവരുടെ മുഴുവൻ പേര്. അവർക്ക് 2022 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 2022 ഫ്രഞ്ച് റൈറ്റർ ആണ്. ഫ്രഞ്ച് റൈറ്റർ 2022 ഏതാണ്? ഫ്രഞ്ച് റൈറ്റർ ആണ്. ഓക്കെ, ദെൻ നമ്മളുടെ ലാസ്റ്റ് ഓപ്ഷൻ ആരായിരുന്നു? JM കോട്സെ അല്ലെ. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ റൈറ്റർ ആണ് കേട്ടോ. സൗത്ത് ആഫ്രിക്കൻ റൈറ്റർ ആണ്, സൗത്ത് ആഫ്രിക്കൻ. അവർക്ക് 2003 എന്ത് കിട്ടിയിട്ടുണ്ട്? നൊബേൽ പ്രൈസ്. അപ്പൊ ഈ പറഞ്ഞ 4 പേരും ലിറ്ററേച്ചറിൽ ചില ആളുകൾക്ക് ചില വർക്കിനായിരിക്കും, ചിലതില് അവർ ഈ പോയട്രിയോ അല്ലെങ്കിൽ പ്ലേ റൈറ്റ് അവരുടെ മേഖലയ്ക്ക് കൊടുത്ത സംഭാവനകൾക്കൊക്കെ വേണ്ടിയായിരിക്കാം എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, കുറച്ച് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. 2025 ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നൊബേൽ പ്രൈസ് വിന്നർ ആരാണ്? 2025 നൊബേൽ പ്രൈസ് ലഭിച്ച രാജ്യമാണ് അല്ലെ.
ലിറ്ററേച്ചർ. ഹംഗേറിയൻ റൈറ്റർ ആണ് അല്ലെ, ഹംഗേറിയൻ റൈറ്റർ. ലാസ്ലോ, ലാസ്ലോ. നമുക്ക് ഈ ഇംഗ്ലീഷ് പേരുകളുടെയൊക്കെ പ്രൊനൗൺസിയേഷനിലൊക്കെ എന്തുണ്ടാകാം, സംശയം ഉണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്ത് പഠിച്ചതും ഞാൻ പറയുന്നതും തമ്മിൽ ഒറിജിനൽ പേരാണോ എന്നുള്ളത് അല്ലെ, സംശയങ്ങളൊക്കെ ഉണ്ടാകാം. ഓക്കെ, ലാസ്ലോ എന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, എസ് ഉണ്ട് കേട്ടോ, LASZLO, ലാസ്ലോ എന്ന് കേട്ടാൽ ഓർത്തു വെക്കുക. ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് നമ്മൾക്ക് KRAZNAHORKI, ക്രാസ്നോഹോർക്കി, ലാസ്ലോ ക്രാസ്നോഹോർക്കി. ഹംഗേറിയൻ റൈറ്റർ ആണ്, ഹംഗേറിയൻ റൈറ്റർ. 2025 നൊബേൽ പ്രൈസ് ഹോൾഡർ ആണ്. അപ്പൊ നമ്മള് 4 ഓപ്ഷൻ റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ എന്തുകൂടെ പഠിച്ചു, ബാക്കിയുള്ള അല്ലെ 2025 പഠിച്ചു. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ചോദ്യം, മോഡേൺ ഫിക്ഷൻ ഈസ് ആൻ എസ്സേ ബൈ. മോഡേൺ ഫിക്ഷൻ ഈസ് ആൻ എസ്സേ ബൈ T.S. Eliot ആണോ, ജെയിംസ് ജോയ്സ് ആണോ, വെർജീനിയ വൂൾഫ് ആണോ, F.R. ലെവിസ് ആണോ? ആരുടേതാണ് മോഡേൺ ഫിക്ഷൻ എന്നുള്ള എസ്സേ? മോഡേൺ ഫിക്ഷൻ ഈസ് ആൻ എസ്സേ ബൈ. മോഡേൺ ഫിക്ഷൻ എന്നുള്ളത് എന്താണ്? വെർജീനിയ വൂൾഫ്. ഓക്കെ, ഒരുപാട് പേര് CC കമന്റ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, എല്ലാവരുടെയും കമന്റ് ഒക്കെ കാണുന്നുണ്ട്. Modern fiction is an essay by Virginia Woolf. Virginia Woolf is a 20th century poet. അല്ലെ, എഴുത്തുകാരിയാണ്. 20ാം സെഞ്ചുറിയിലെ 20th century. ഇത് പറയാനുള്ള കാരണം അതും ഒരു പരീക്ഷയിൽ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ മോഡേൺ ഫിക്ഷൻ എന്നുള്ള ആ ഒരു എസ്സേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ ഉണ്ടല്ലോ. It is included in the collection The Common Reader. It is included in the collection. എന്താണ് ആ കളക്ഷന്റെ പേര്? The Common Reader. The Common Reader. And it was in the year 1925. 1925 ദ കോമൺ റീഡർ എന്ന് പറയുന്ന ആ കളക്ഷനിലാണ് മോഡേൺ ഫിക്ഷൻ എന്ന് പറയുന്ന എസ്സേ വെർജീനിയ വൂൾഫ് പബ്ലിഷ് ചെയ്തത്. പഠിക്കുക, ദ കോമൺ റീഡർ ഇൻ ദ ഇയർ 1925. കഴിഞ്ഞ പ്രാവശ്യം മോഡേൺ ഫിക്ഷന്റെ ഇതാണ് ചോദിച്ചിരുന്നതെങ്കിൽ താഴെ ചിലപ്പോൾ വെർജീനിയ വൂൾഫിന്റെ വർക്കുകളില് ഉൾപ്പെടാത്തതും ഉൾപ്പെടുന്നതും ഒക്കെ ആയിരിക്കും ചോദിക്കുക. താഴെ പറയുന്നതിൽ വെർജീനിയ വൂൾഫിന്റെ വർക്ക് ഏതാണ് എന്നുള്ളത് അല്ലെ. ഇനി ഈ മോഡേൺ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ദ സെർവ് ആസ് മെയിൻ വർക്ക് അല്ലെങ്കിൽ ഏത് പീരീഡ് ആണ്? മോഡേണിസം കേട്ടോ, മോഡേണിസം ആണ്. മോഡേണിക് പീരിയഡില് അല്ലെങ്കിൽ മോഡേണിസത്തിന്റെ പയനിയറിംഗ് മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ. അപ്പൊ മോഡേണിസം നമുക്ക് അങ്ങനെ ആ ഒരു മോഡേണിസമോ പോസ്റ്റ് മോഡേണിസം അങ്ങനെയുള്ള ഒരു കാലഘട്ടം നമുക്ക് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആ ഒരു പീരിയഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുക തന്നെ വേണം. ഇപ്പൊ മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ ആണ്, മോഡേണിസ്റ്റ് ലിറ്ററിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? വെർജീനിയ വൂൾഫ് എന്ന് പറയുന്നത് അല്ലെ. ഷി വാസ് ഫേമസ് ഫോർ എന്താണ്? സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. ഓക്കെ, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. ഓക്കെ, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. പിന്നെ നമുക്ക് വെർജീനിയ വൂൾഫിന്റെ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതുകൂടി ഒന്ന് നോക്കാം. ദ വോയേജ് ഔട്ട്. വെർജീനിയ വൂൾഫിന്റെ ആണ് ഏതെന്ന് പറയുന്നത്? ദ വോയേജ് ഔട്ട്. Okay, in the year 1915, The Voyage Out, first novel ആണ് കേട്ടോ. ഫസ്റ്റ്
ഫസ്റ്റ് നോവൽ എന്ന് ചോദിച്ചാൽ ഏതാണ്? The Voyage Out in 1915. വെർജീനിയ വൂൾഫിന്റെ ഫസ്റ്റ് നോവൽ. പിന്നെ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഏതാണ്? A Room of One's Own. A Room of One's Own. അത് നിങ്ങൾക്കൊന്ന് അറിയാം, എന്നാലും ആ പേരുകൾ നമ്മൾ പരീക്ഷയുടെ തലേ ദിവസം ഒന്നുകൂടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഒന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി A Room of One's Own, അല്ലെ? Then it is in the year 1929. 1929. ഓക്കെ, ഫെമിനിസ്റ്റ് ബുക്ക് അല്ലെ, അബ്സല്യൂട്ട്ലി ഫെമിനിസ്റ്റ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് A Room of One's Own എന്ന് പറയുന്നത്. Then അടുത്തത് മിസ്സിസ് ഡാലോവേ. മിസ്സിസ് ഡാലോവേ. ഓക്കെ, ഇതൊക്കെ വെർജീനിയ വൂൾഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന. പിന്നെ എന്താണ്? ടു ദ ലൈറ്റ് ഹൗസ്. ടു ദ ലൈറ്റ് ഹൗസ്. പരീക്ഷയില് നമ്മൾ എഴുതുന്ന പരീക്ഷയില് വെർജീനിയ വൂൾഫോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ടി.എസ്. എലിയോട്ട്, ഈ ഒരു പറഞ്ഞ എല്ലാ ഓപ്ഷൻസ് റിലേറ്റഡ് ആയിട്ട് അവരുടെ വർക്കുകൾ റിലേറ്റഡ് ആയിട്ടൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ടു ദ ലൈറ്റ് വർക്ക് ഹൗസ് അല്ലെ, 1927 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ അവരുടെ എന്താണ് മെയിൻ ആയിട്ടുള്ള വെർജീനിയ വൂൾഫ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റുകളാണ്, വർക്കുകളാണ്. പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോ മോഡേൺ ഫിക്ഷൻ എന്ന് പറയുന്നത് വെർജീനിയ വൂൾഫിന്റെ ഒരു എസ്സേ ആണ്. ഏതാണ് കളക്ഷൻ? ഏതാണ്? ദ കോമൺ റീഡർ ആണ്. 1925. വെർജീനിയ വൂൾഫ് എന്താണ്? 20th century റൈറ്റർ ആണ്. കോൺസെൻട്രേറ്റഡ് ഇൻ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. ദെൻ ദ വോയേജ് ഔട്ട്, എ റൂം ഓഫ് വൺസ് ഓൺ, മിസ്സിസ് ഡാലോവേ, ടു ദ ലൈറ്റ് ഹൗസ്. ഇതെല്ലാം വെർജീനിയ വൂൾഫിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള വർക്കുകളിൽ ആണ്. ഓക്കെ, പഠിച്ചു വെക്കാൻ. റൂം ഓഫ് വൺസ് ഓൺ ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളതാണ്? റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ പരീക്ഷകളിൽ ചോദിച്ചതാണ്. നിങ്ങൾക്കറിയാം, ലിറ്ററേച്ചർ പഠിക്കുന്ന ആളുകൾക്ക് എ റൂം ഓഫ് വൺസ് ഓൺ ആരുടേതാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടെന്ന ആവശ്യമൊന്നും ഇല്ല, അല്ലെ? നമുക്കിതില് ടി.എസ്. എലിയോട്ട് എന്ന് പറയുന്ന ഒരു ഓതർ ഉണ്ട്. ഇതിന്റെ തൊട്ടു മുൻപിൽ നമ്മൾ നൊബേൽ പ്രൈസുകളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലേ. ടി.എസ്. എലിയോട്ടിനും എന്നാൽ എന്ത് ലഭിച്ചിട്ടുണ്ട്? നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. 1948 1948. അദ്ദേഹവും ഏത് ലിറ്റററി മൂവ്മെന്റുമായി റിലേറ്റഡ് ആണ് എന്ന് ചോദിച്ചാൽ മോഡേണിസം ആണ്, അല്ലെ? ലിറ്റററി മൂവ്മെന്റ്. ഓക്കെ, മോഡേണിസം 1948. വെരി ഗുഡ്, പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇതേ തന്നെ ടി.എസ്. എലിയോട്ടിന്റെ റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ള വർക്കുകളിൽ ഒന്നാണ് ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രുഫ്രോക്ക്, അല്ലെ? ദ ലവ് സോങ് ഓഫ്, നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാൻ ഓർക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രുഫ്രോക്ക് എന്ന് പറയുന്നത് ആരുടേതാണ്? ടി.എസ്. എലിയോട്ടിന്റേതാണ്. 1915 1915 ചോദിച്ചതാണ്. നമ്മളുടെ പരീക്ഷകളിൽ നിത്യവും സ്ഥിരമായിട്ട് കണ്ടുവരുന്ന റൈറ്ററുകളിൽ എഴുത്തുകാരിൽ ഒരാളാണ് ടി.എസ്. എലിയോട്ട്. അദ്ദേഹവുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. മുൻകാല ചോദ്യപേപ്പറുകൾ കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകണം. ദെൻ ദ വേസ്റ്റ് ലാൻഡ്, അല്ലെ? വേസ്റ്റ് ലാൻഡ്. വേസ്റ്റ് ലാൻഡിന്റെ ഓതർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഇയറും ചോദിച്ചിട്ടുണ്ട്. വേസ്റ്റ് ലാൻഡ് 1922 1922 ആണ് കേട്ടോ. ടി.എസ്. എലിയോട്ട്, ദ വേസ്റ്റ് ലാൻഡ് 1922. ദെൻ അടുത്തത് നമുക്ക് ടി.എസ്. എലിയോട്ടുമായിട്ട് എന്താണ്? 4 quartets. ഇതിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഈ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 4 quartets, അല്ലെ? 4 quartets. അതാരുടേതാണ്? ടി.എസ്. എലിയോട്ട്.
ഇപ്പൊ തന്നെ പഠിച്ചു പോവുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രുഫോക്ക്, ദ വേസ്റ്റ് ലാൻഡ്, 4 ക്വാർട്ടറ്റ്സ്, 1943, 1943. ദെൻ അടുത്തത് നമുക്ക് അദ്ദേഹമായിട്ട് ഓർമ്മ വരുന്നത് ടി.എസ്. എലിയോട്ടിന്റെ എന്താണ്? ദ മർഡർ ഇൻ ദ കത്തീഡ്രൽ. ദ മർഡർ അല്ലേ, നിങ്ങൾക്കറിയാട്ടോ, എന്നാലും ഞാൻ അതൊന്ന് ഓർമ്മിപ്പിക്കുന്നു. പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ പഠിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഒന്നുകൂടി നമ്മൾ റിഫ്രഷ്ഡ് ആക്കും അല്ലെ. ദ മർഡർ ഇൻ ദ കത്തീഡ്രൽ, 1935, 1935. ആ ഇയർ ഞാൻ പറഞ്ഞിരുന്നത് ചില പരീക്ഷകളില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിറ്ററേച്ചറിൽ കൂടുതൽ വർഷങ്ങൾക്ക് 1-2 ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, വന്ന് കാണാറുണ്ട്. ദ മർഡർ ഇൻ ദ കത്തീഡ്രൽ. പിന്നെ എന്താണ്? ദ ട്രഡീഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് അല്ലെ. ദ ട്രഡീഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. നോൺ ഫിക്ഷൻ ഏരിയയിലൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ് ദ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. ഓക്കെ, നോൺ ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്നതാണ് അതൊക്കെ. ഇത്രയും ദ വേസ്റ്റ് ലാൻഡ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ടി.എസ്. എലിയോട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്ന ചോദ്യങ്ങളാണ്. നമ്മൾക്കത് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ടി.എസ്. എലിയോട്ട്. അടുത്തത് നമ്മളുടെ ഇതിലെ ഓപ്ഷൻ നോക്കൂ. ബി ആരാണ്? ജെയിംസ് ജോയ്സ് ആണ് അല്ലെ. ജെയിംസ് ജോയ്സുമായിട്ട് നിങ്ങൾക്ക് ഏതാണ് ഓർമ്മ വരിക? ജെയിംസ് ജോയ്സ് എന്ന് കേൾക്കുമ്പോൾ ദ നോവൽ യുലീസസ്. കേട്ടോ, നോവൽ യുലീസസ് ആരുമായിട്ട് റിലേറ്റഡ് ആണ്? ജെയിംസ് ജോയ്സ്. ഇറ്റ് വാസ് ഓൾസോ ഇൻ ദ ഇയർ 1922. ടി.എസ്. എലിയോട്ടിന്റെ വേസ്റ്റ് ലാൻഡ് 1922. ജെയിംസ് ജോയ്സിന്റെ നോവൽ യുലീസസ് എന്താണ്? 1922 ആണ് അല്ലെ. ദെൻ ഇത്രയും കാര്യങ്ങള് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലെ. പിന്നെ ജെയിംസ് ജോയ്സിന്റെ ഏതാണ് ഓർമ്മ വരുന്നത്? പോർട്രേറ്റ് ഓഫ് എ യങ് മാൻ ആസ് ആൻ ആർട്ടിസ്റ്റ് അല്ലെ. പോർട്രേറ്റ് ഓഫ് എ ആർട്ടിസ്റ്റ് ആസ് ദ യങ് മാൻ. അതൊക്കെ ആരാണ്? ജെയിംസ് ജോയ്സ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുണ്ട്, ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ 4ാമത്തെ ഓപ്ഷൻ എഫ്.ആർ. ലീവിസ്. കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചോദ്യം, നമ്മള് റെയർ ആണ്, ഓപ്ഷനുകളിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് അല്ലെ. എഫ്.ആർ. ലിവിസ് എന്ന് പറയുന്നത് ഫ്രാങ്ക് റെയ്മണ്ട് ലിവിസ്. എഫ്.ആർ. എന്ന് പറയുന്നത് എന്താണ്? ഫ്രാങ്ക് റെയ്മണ്ട് ആണ് കേട്ടോ. ഫ്രാങ്ക് റെയ്മണ്ട് ലിവിസ് ആണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിക് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചോദ്യമായിട്ട് ബേസ് ചെയ്ത് പഠിച്ചു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. half over to append 50 fathoms deep lies. ഇത് ആരുടെ വരികളാണെന്നാണോ? ഓക്കെ, ആരുടേതാണ്? ഏതിലാണ് ഇത് എന്ന് പറയുന്നത്? ഇത് വരികളുടെ ഓർഡർ അല്ല, ഏതിലാണ് എന്നുള്ളതാണ്. സർ പാട്രിക് സ്പെൻസ് എന്ന് പറയുന്ന ബുക്കാണോ? ടെസ് ഡബേഫീൽഡ് ആണോ? ദ ഡ്രോൺ ഫിനാൻഷ്യൻ സെയിലർ ആൻഡ് അതർ എല്ലാം. ഏതിലാണ് നമുക്ക് ഈ വരികൾ കാണാൻ സാധിക്കുക? ഏതിലാണ്? യെസ്, ആരുടേതാണ് എന്നൊരു ഐഡിയ ഉണ്ടോ ഇതില്? ഹാഫ് ഓവർ, ഈ ഫാത്തംസ് ഡീപ്പ് എന്നൊക്കെ ഉള്ള ടേം ഏതാണ്, ആരുടേതാണെന്ന് അറിയോ? അല്ലെങ്കിൽ എന്തിലാണ്? സർ പാട്രിക് സ്പെൻസ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് സർ പാട്രിക് സ്പെൻസ്. ഇതൊരു സ്കോട്ടിഷ് ബല്ലാഡാണ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ടി.എസ്. എലിയോട്ടിന്റേതാണ്. അപ്പൊ നമ്മൾ ഇതിന് തൊട്ടു മുൻപിൽ പറഞ്ഞ ചോദ്യത്തില് ടി.എസ്. എലിയോട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇതാരുടെ ഏതിൽ കാണാൻ സാധിക്കും നമുക്ക് ആ വരികള്? സർ പാട്രിക്
Spence. Sir Patrick Spence. It's a Scottish ballad written by T.S. Eliot. T.S. Eliot എഴുതിയിട്ടുള്ള ഒരു സ്കോട്ടിഷ് ബല്ലാഡാണ്. ഓക്കെ, ആ വരികൾ കൂടുതൽ നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കാരണം ഇതും ഞാൻ ആ ഒരു റിലേറ്റഡ് ആയിട്ട് വരുന്ന T.S. Eliot റിലേറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യമാണ് എന്ന് പറഞ്ഞു. The author of four quartets. താഴെ പറയുന്നതിൽ ആരാണ് ഫോർ ക്വാർട്രറ്റ്സ്? ഇപ്പൊ തൊട്ടു മുൻപിൽ നമ്മൾ പറഞ്ഞു നിർത്തിയുള്ളൂ. ആലോചിച്ച് നോക്കിയേ, 2-3 ചോദ്യത്തില് ആ ഒരു ഒറ്റ പേഴ്സൺ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അടുപ്പിച്ച് വന്ന ചോദ്യം. ജവഹർലാൽ നെഹ്റു അല്ല എന്നറിയാം, ബെർട്രാൻഡ് റസൽ അല്ല എന്നറിയാം, ദെൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അല്ല എന്നറിയാം, തോമസ് സ്റ്റേൺസ് എലിയോട്ട്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ? T.S. Eliot. ആരാണ്? തോമസ് സ്റ്റേൺസ് എലിയോട്ട്. T.S. Eliot എന്നുള്ളതാണ് അവിടുത്തെ. ഓക്കെ, അത് ദെൻ അടുത്ത ചോദ്യം നോക്കിയേ, 7ാമത്തെ. The subject of Shelley's Adonais. ഓക്കെ, ഇതില് ഈ ഒരു ഇതിലത്തെ ഉത്തരം നമുക്കിത് T.S. Eliot സ്കോട്ടിഷ് ആണ് അല്ലെ? സർ പാട്രിക് സ്പെൻസ് തന്നെയാണ് കേട്ടോ. അതായത് ഇതുള്ളതും അത് തന്നെയാണ്. ഓക്കെ, ഞാൻ അവിടെയാണ് അല്ലെ T.S. Eliotന്റെ ഒരു ഇത് കടന്നു വന്നു. അത് ആ സർ പാട്രിക് സ്പെൻസ് എന്ന് പറയാം. ഇതാണ് നമ്മള് ഫോർ ക്വാർട്രറ്റ്സില് T.S. Eliot. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തത്. The subject of Shelley's Adonais. ഷെല്ലി, P.B. ഷെല്ലി. അടുത്ത് കാണുന്ന നമ്മളുടെ പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഓഥറാണ് P.B. ഷെല്ലി. P.B. ഷെല്ലിയുടെ അഡനൈസിന്റെ സബ്ജക്ട് ഹോമർ, മിൽട്ടൺ, ഷേക്സ്പിയർ, കീറ്റ്സ് അല്ലെ? ആരാണ്? പരിചയമുള്ളതല്ലേ? നമുക്ക് പരിചയമുള്ളതല്ലേ? ആരാണ്? ഡി അല്ലെ? കീറ്റ്സ് ആണ് കേട്ടോ. ജോൺ കീറ്റ്സ്. ഓക്കെ, ജോൺ കീറ്റ്സ്. തന്റെ കണ്ടംപററിയനായ ജോൺ കീറ്റ്സിന്റെ മരണവുമായി റിലേറ്റ് ചെയ്ത് P.B. ഷെല്ലി എഴുതിയ It's a pastoral elegy written on the death of John Keats. Pastoral elegy pastoral elegy written on the death of അദ്ദേഹത്തിന്റെ കണ്ടംപററി ആയിരുന്ന ജോൺ കീറ്റ്സിന്റെ മരണവുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. ഇയർ, അഡനൈസിന്റെ ഇയർ 1821 കേട്ടോ. 1821. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഓർക്കണം? P.B. ഷെല്ലിയാണ് അഡനൈസ്. ആരുടെ മരണവുമായിട്ടാണ്? ജോൺ കീറ്റ്സിന്റെ. അല്ലെങ്കിൽ അതിലെ സബ്ജക്ട് ആരാണ്? ജോൺ കീറ്റ് ആണ്. ഇയർ ഏതാണ്? 1821. തിരിച്ചു ചോദിക്കും, ജോൺ കീറ്റ്സിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് P.B. ഷെല്ലി എഴുതിയ പാസ്റ്ററൽ എലഗി ഏതാണ്? അഡനൈസ്. എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പൊ P.B. ഷെല്ലിയും ജോൺ കീറ്റ്സും ഒക്കെ നമ്മൾ ഓർത്തു അല്ലെ? ദെൻ അടുത്ത് ബാക്കി ഞാൻ ആ ഓപ്ഷൻസ് പറയാത്തത് അവര് വരുന്ന ബാക്കി ചോദ്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആ സമയത്ത് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, The Norman conquest is associated with the leader named. The Norman conquest. നമ്മളുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഈ നോർമൻ കോൺക്വസ്റ്റും അല്ലെ, അതുപോലെ തന്നെ ഓൾഡ് ഇംഗ്ലീഷ്, പിന്നെ എന്താണ് ആംഗ്ലോ സാക്സൺ പീരീഡ്, അതൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഈ നോർമൻ കോൺക്വസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലീഡർ ആരാണ്? ഓപ്ഷൻ എ ആൽഫ്രഡ്, ഓപ്ഷൻ ബി ബ്രൂസ്, ഓപ്ഷൻ സി ഹെൻറി ആൻഡ് ഓപ്ഷൻ ഡി വില്യം. വില്യം ആണ് അല്ലെ? ഓപ്ഷൻ ഡി വില്യം. വില്യം ദ കോൺകറർ. വെരി ഗുഡ്. വില്യം ദ
കോൺകറർ. ഓക്കെ, ഇതുമായിട്ട് വില്യം തന്നെയാണ്. ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് വില്യം ദ കോൺകറർ അല്ലെ. ഹി വാസ് ദ ഡ്യൂക്ക് ഓഫ് നോർമാൻഡി. ഡ്യൂക്ക് ഓഫ് നോർമാൻഡി. ദെൻ ഈ നോർമൻ കോൺക്വസ്റ്റിന്റെ ഇയർ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാം. ചിലപ്പോ പരീക്ഷകളിൽ ചോദിക്കാം, കണ്ടിട്ടുണ്ട്. 1066 അല്ലെ, 1066 നോർമൻ കോൺക്വസ്റ്റ്. ഏതാണ്? 1066. നോർമൻ കോൺക്വസ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എംപററുടെ പേര് വില്യം ആണ്. വില്യം ദ കോൺകറർ. ഓക്കെ, വില്യം ദ കോൺകറർ. 1066. വെരി ഗുഡ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. If I should die, think only this of me, that there's some corner of a foreign field that is forever England. These lines are from. If I should die, think only this of me. നമുക്ക് ഈ വരികൾ വരുമ്പോഴാണ് കൺഫ്യൂഷൻ. ഇത് ആരുടേതാണ് എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും അല്ലെ. ഷേക്സ്പിയർ ആണോ, വേർഡ്സ്വർത്ത് ആണോ, റുഡ്യാർഡ് കിപ്ലിംഗ് ആണോ, റൂപ്പർട്ട് ബ്രോക്ക് ആണോ? ഓക്കെ, കമന്റുകൾ വന്നോട്ടെ. ഓക്കെ, ഓപ്ഷൻ ഡി റൂപ്പർട്ട് ബ്രോക്ക്. വെരി ഗുഡ്. റൂപ്പർട്ട് ബ്രോക്ക് ആണ് കേട്ടോ. റൂപ്പർട്ട് ബ്രോക്ക്. റൂപ്പർട്ട് ബ്രോക്കിന്റെ ആ വരികൾ ആരുടേതാണ്? റൂപ്പർട്ട് ബ്രോക്ക്. പോയം ദ സോൾജിയർ എന്ന് പറയുന്ന പോയത്തിൽ നിന്നാണ് നമുക്ക് ഈ വരികൾ. ദ സോൾജിയർ ബൈ റൂപ്പർട്ട് ബ്രോക്ക്. ദ സോൾജിയർ ബൈ റൂപ്പർട്ട് ബ്രോക്ക്. ദ സോൾജിയർ ബൈ പേര് ഓർത്തുവെച്ചാൽ മതി. ദ സോൾജിയർ ഏതാണ്? റൂപ്പർട്ട് ബ്രോക്ക്. വരിയും അതിന്റെ എക്സ്പ്ലനേഷനും അർത്ഥങ്ങളോ പോയത്തിനെ കുറിച്ചോ ഇതൊന്നും നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നില്ല കേട്ടോ. ലാസ്റ്റ് മൊമെന്റ് ആണ്. റൂപ്പർട്ട് ബ്രോക്ക് ആണ് ദ സോൾജിയർ. ഓക്കെ, അടുത്ത ചോദ്യം. The destination in the Pilgrim's Progress. The destination in the Pilgrim's Progress. ഓപ്ഷൻ എ വാ പോയറ്റ് ആണ് കേട്ടോ. വാ പോയറ്റ് റൂപ്പർട്ട് ബ്രോക്ക് ആണ്. The destination in the Pilgrim's Progress. ഓപ്ഷൻ എ grace abounding. B, the celestial city. C, the co-celebre. And D, the pearly gates. ഏതാണ് പറഞ്ഞേ? ഓപ്ഷൻ ഏതാണ്? ദ സെലസ്റ്റിയൽ സിറ്റി. മിടുക്കികളും മിടുക്കന്മാരും ഒക്കെ ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് ദ സെലസ്റ്റിയൽ സിറ്റി. ഓക്കെ, ദ സെലസ്റ്റിയൽ സിറ്റി. ദ ഡെസ്റ്റിനേഷൻ ഇൻ ദ പിൽഗ്രിംസ് Progress. Okay, the celestial city. The John Bunyans. ധാരാണ് the Pilgrim's Progress ആരുടേതാണ്? ജോൺ ബനിയൻ. ഓക്കെ, അദ്ദേഹത്തിൻ്റെതാണ് the Pilgrim's Progress. ഓക്കെ, ശരിക്കും അതിന്റെ ടൈറ്റിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. The Pilgrim's Progress from this world to that which is to come. It's a Christian allegory അല്ലെങ്കിൽ റിലീജിയസ് അലഗറിയുടെ കാറ്റഗറൈസേഷനിൽ വരുന്നതാണ് പിൽഗ്രിംസ് പ്രോഗ്രസ്. അതിന്റെ മുഴുവൻ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ദ പിൽഗ്രിംസ് പ്രോഗ്രസ് ഫ്രം. ദ പിൽഗ്രിംസ് പ്രോഗ്രസ് ഫ്രം. നമുക്കിപ്പോ ടൈറ്റിലിൽ എന്ത് മാത്രമേ ഉള്ളൂ? പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇതിന്റെ ഫുൾ ടൈറ്റിൽ ആണ് the Pilgrim's Progress from this world to that which is to come. This world to that which is come. That which is come. അപ്പൊ ഈ ഒരു വരി കാണുമ്പോ തന്നെ അത് ഏത് കാറ്റഗറിയിലാ വരുന്നതെന്ന് അറിയാലോ അല്ലെ. ദിസ് വേൾഡ് ടു ദാറ്റ് വേൾഡ് വിച്ച് ഈസ് ടു കം എന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് റിലീജിയസ് അലഗറി അല്ലെങ്കിൽ ക്രിസ്ത്യൻ അലഗറി കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. ക്രിസ്ത്യൻ അലഗറി. ഓക്കെ,
Okay, the number of syllables in the word geography. ഈ ഒരു ചോദ്യം ഇങ്ങനെയുള്ള സിലബൽ ബേസ്ഡും പിന്നെ അതുപോലെ തന്നെ പ്രൊനൗൺസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെ, സ്ട്രെസ് റിലേറ്റഡ്, വേർഡ് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം നമ്മുടെ പരീക്ഷയിൽ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ജോഗ്രഫിയിലെ വേർഡ് സിലബൽ എത്രയാ? ഒന്നാണോ? 2, 3, 4, 5 ഇത്രയാണ് ഓപ്ഷൻ ഉള്ളത് കേട്ടോ. ജിയോഗ്രഫി, ജിയോഗ്രഫി അവിടെ പ്രൈമറി സ്ട്രെസ് വരുന്നത് എത്രാമത്തെ സിലബലിലാണെന്നൊന്ന് പറയാമോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ പ്രൈമറി സ്ട്രെസ്സിന്റെ ക്വസ്റ്റ്യൻ ഇതിലില്ല. അപ്പൊ എന്നാലും ഞാൻ ചോദിക്കാണ്, പ്രൈമറി സ്ട്രെസ് വരുന്നത് ജോഗ്രഫി എന്നുള്ള വേർഡിലെ പ്രൈമറി സ്ട്രെസ് എത്രാമത്തെ സിലബലിലാണ്? ഓക്കെ, 4 സിലബൽ ആണുള്ളത് കേട്ടോ. 4 സിലബൽ. ഓക്കെ, സിലബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഒരു വേർഡിനെ നമ്മൾ ദ ഷോർട്ടസ്റ്റ് ഇതാക്കിയിട്ട് മാറ്റാണ്. ജിയോഗ്രഫി. ചിലപ്പോ ചില ആളുകള് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്നുണ്ട്, ഓ കാരണം ജി അവിടെ സൈലന്റ് അല്ലേ, അപ്പൊ നമുക്ക് ഇനി ഓജിൻ ഇട്ടിട്ട് ഇങ്ങനെയും പറയാം, ജിയോഗ്രഫി. ഓക്കെ, ജിയോഗ്രഫി. ഓക്കെ, അപ്പൊ ഇതില് മൊത്തം എത്ര സിലബൽ ഉണ്ട്? 4 സിലബൽ. 1, 2, 3, 4 സിലബലാണ് ഉള്ളത്. ഓക്കെ, 4 സിലബലുകൾ. ഇനി 3, 2 എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ടുള്ള ആളുകളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഈ സിലബൽ വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ഇത് പറഞ്ഞുതരാം. നമ്മള് ഒരു വവ്വൽ അടങ്ങിയിട്ടുള്ള ഒരു ഇതാക്കിയിട്ട് മാറ്റുക. ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതില് ഒരു വവ്വലും അതിന്റെ ഒരു സെക്ഷനും. ഉദാഹരണത്തിന് മാത്തമാറ്റിക്സ് അല്ലെ, മാത്തമാറ്റിക്സ്, MA, മാ, ത, ഈ. ഓക്കെ, TI. അപ്പൊ ഇതിലും എത്ര സിലബൽ ആണുള്ളത്? 4 സിലബൽ. നമുക്ക് എത്ര സിലബലുകൾ അതിലുണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത്രയും എണ്ണം അതിന്റെ എത്ര വവ്വലുകൾ ഉണ്ട് എന്ന് നോക്കി. വൊവൽസ്, ആ വൊവൽസിനനുസരിച്ചിട്ട് നമുക്ക് അതിൽ എന്താക്കിയിട്ട് മാറ്റാം? സിലബലുകളാക്കി മാറ്റാം. അപ്പൊ ഇതില് എ എന്നുള്ള സിലബൽ ഉണ്ട്, ഈ 1, 2, ഇതിലൊരു എ, 3, 4. ഇതിൽ നോക്കി എത്ര സിലബൽ ഉണ്ട്? 1, ഈ 2, 3 അല്ലെ. പക്ഷെ ഫി എന്നുള്ളത് നമ്മൾ ആക്കാനുള്ള കാരണം അതിൽ ആ വവൽ സൗണ്ട് എന്ത് ചെയ്യുന്നത് കൊണ്ടാണ്, വരുന്നത് കൊണ്ടാണ്. അപ്പൊ എത്ര വവൽ സൗണ്ടുകൾ ഉണ്ട് എന്ന് നോക്കുക. അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത്ര സിലബലുകൾ ഉണ്ട് എന്നുള്ളത് നോക്കാം. 2 വവൽസ് അടുത്തടുത്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് തന്നെ എടുക്കണം? ഒറ്റ ശബ്ദമായിട്ട് അല്ലെങ്കിൽ ഒരു വവ്വലായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളതിന്റെ ഒക്കെ നമുക്ക് സിലബസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പറഞ്ഞു. ഞാൻ ചോദിച്ചത് ജിയോഗ്രഫി എന്നുള്ള വാക്കില് പ്രൈമറി സ്ട്രെസ് വരുന്നത് എവിടെയാണ്? നിങ്ങൾ മുൻകാല ചോദ്യ പേപ്പറുകളൊക്കെ നോക്കുമ്പോൾ വേർഡ് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ഉണ്ടാകും. ഇറ്റ്സ് പ്രൈമറി സ്ട്രെസ് ഓൺ ദ സെക്കൻഡ് സിലബൽ ആണ് കേട്ടോ. ഓ അല്ലെ, ജിയോ എവിടെയാണ് പ്രൈമറി സ്ട്രെസ് വരുന്നത്? ഇവിടെ ഇയോ അടുത്തല്ലേ. അതിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് GO. എനിക്ക് നമുക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ഓ എന്നുള്ളത് ചില വാക്കുകളിൽ അതിന് എന്തുണ്ടാവില്ല, 2 വവ്വൽ ചേർന്ന് വരുമ്പോൾ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ടാവില്ല. അങ്ങനെയുള്ളതില് നമ്മൾക്ക് ഒരെണ്ണമായിട്ട് എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി. നമുക്ക് ഇവിടേക്ക് എന്തുണ്ട്? ഓക്ക് ശബ്ദമുണ്ട്. ജിയോ എന്ന് പറയുമ്പോൾ ഈ ഉണ്ട്, ഓയും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അടുത്ത എന്തായിട്ട് എടുക്കുന്നത്? സിലബലായിട്ട് എടുക്കുന്നത് കേട്ടോ. നോക്കിയേ, LEAVE, ലീവ് അല്ലെ, ലീവ് എന്നുള്ളത് ആലോചിച്ച് നോക്കിയേ. നമ്മളിവിടെ ലീയേ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നില്ല, ലീ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അതുപോലെ ഈ നമ്മളിവിടെ പ്രൊനൗൺസ് ചെയ്യുന്നില്ല, ശബ്ദം വരുന്നുണ്ടോ? ലീവി എന്ന് പറയുന്നില്ല, ലീവ് എന്നേ നമ്മൾ പറയുന്നുള്ളൂ, ലീവ്. സോ ഇവിടെ ഒരു സൗണ്ട് മാത്രം വരുന്നേ. അതെന്താണ്? ഒരു മോണോ സിലബിക് വേർഡ് ആണ്. ഒറ്റ സിലബല് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? ഇയോ എന്നുള്ളത് അടുത്ത് വന്നാലും
രണ്ടിനും എന്തുണ്ട്? വൊവൽ സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് വന്നാൽ മാത്രമേ നമുക്ക് അതിനെ എന്തായിട്ട് എടുക്കാൻ പറ്റുള്ളൂ? സിലബൽ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ EA ഉണ്ട്, പക്ഷെ നമ്മൾ രണ്ടും ശബ്ദം കൊടുക്കുന്നുണ്ടോ? പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രാൻസ്ലേറ്റർ ഓഫ് ദ ബൈബിൾ. താഴെ പറയുന്നവയിൽ ബൈബിളിന്റെ ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ളത് ആരാണ്? ഓക്കെ, ആരാണ്? കിങ് ജെയിംസ് ആണോ? റോഗർ എസാം, ജോർജ് കാസ്ഗോയിൻ ആൻഡ് വില്യം ടിൻഡാലെ? ആരാണ്? ഇതില് നമ്മൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം, ഒരുപാട് പേര് ബൈബിളിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബൈബിളിന്റെ ട്രാൻസ്ലേഷനിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ജോൺ വൈക്ലിഫിന്റെ പേരൊക്കെ പറയാറുണ്ട് അല്ലെ? ജോൺ വൈക്ലിഫ്, ഇവരെ നമ്മള് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരാള് തന്നെയാണ് ജോൺ വൈക്ലിഫ്. പക്ഷേ അദ്ദേഹം ലാറ്റിനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഹി ട്രാൻസ്ലേറ്റഡ് ബൈബിൾ ഫ്രം ലാറ്റിൻ ടു ഇംഗ്ലീഷ്. എന്നാൽ ഈ കൂട്ടത്തിൽ ഓപ്ഷൻ ഡി, വില്യം ടിൻഡാലെ. എന്നാ മൂപ്പരുടെ പേര്? ടിൻഡാലെ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഹി ട്രാൻസ്ലേറ്റഡ് ഫ്രം ഹീബ്രു അല്ലെ? ഹീബ്രു എന്ന് പറയുന്നത് എന്താണ്? ഒറിജിനൽ ബൈബിളിക് ഇത് എഴുതിയിട്ടുള്ളതാണ് ഹീബ്രു, ഗ്രീക്ക്. ഇതിൽ നിന്നാണ് അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്തത്? ട്രാൻസ്ലേറ്റ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഏതാണ്? വില്യം ടിൻഡാലെ. ഒരുപാട് പേര് ബൈബിൾ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ താഴെ പറയുന്നതിൽ എ ട്രാൻസ്ലേറ്റർ, എന്തുകൊണ്ട് ഇവിടെ നമ്മൾ എ? അതിൽ ഒരാള്, ഓക്കെ, കുറെ ആളുകളുണ്ട്. സോ എ ട്രാൻസ്ലേറ്റർ ഓഫ് ദ ബൈബിൾ ഇവിടെ ആരാണ്? വില്യം ടിൻഡാലെ. ഓക്കെ, ജോൺ വൈക്ലിഫിനെ പോലെയുള്ള ആളുകളുണ്ട്. പലരും പല ഭാഷകളിൽ നിന്നാണ് ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഹി ട്രാൻസ്ലേറ്റഡ് ഇറ്റ് ഫ്രം ഹീബ്രു അല്ലെങ്കിൽ ഗ്രീക്ക് എന്നൊക്കെ ചോദിക്കാം. അതാരാണ്? വില്യം ടിൻഡാലെ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The sweet showers of April are mentioned by. The sweet showers of April. The sweet showers of April are mentioned by. ഏതാണ്? ജെഫ്രി ചോസർ ആണോ? വില്യം ഷേക്സ്പിയർ ആണോ? ലോർഡ് ബൈറോൺ ആണോ? TS എലിയോട്ട് ആണോ? TS എലിയോട്ട്. ഓക്കെ, ഏതാണ്? ദ സ്വീറ്റ് ഷവേഴ്സ് ഓഫ് ഏപ്രിൽ, ജെഫ്രി ചോസർ. ഓപ്ഷൻ എ ആണ്, ചോസർ ആണ് അല്ലെ? ജെഫ്രി ചോസർ. And it is the opening line of general prologue to the Canterbury Tales. General prologue. General prologue to the Canterbury Tales. കേട്ടോ, അതിന്റെ ഓപ്പണിംഗ് ലൈൻ ആണ് ഈ പറഞ്ഞ ടെയിൽസ്. ഓക്കെ, ഈ വരികൾ. ദ സ്വീറ്റ് ഷവേഴ്സ് ഓഫ് ഏപ്രിൽ. ഓക്കെ, ദെൻ ജെഫ്രി ചോസർ ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു പറഞ്ഞ നമ്മുടെ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. എന്തായാലും ജെഫ്രി ചോസറിനെ കുറിച്ച് നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. 1343 മുതൽ 1000 എന്തായിരുന്നു അത്? നമ്മളുടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ ആണ് അല്ലെ? ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത് എന്നുള്ളത് എന്താണ്? രവീന്ദ്രനാഥ ടാഗോർ. ഇതെന്താണ്? ദ സ്വീറ്റസ്റ്റ് ഷവേഴ്സ് ഓഫ് ഏപ്രിൽ. ഇതോ ജെഫ്രി ചോസർ ആണ്. 1343 to 1400. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം. പിന്നെന്താണ്? ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി, ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ദ ഫാദർ ഓഫ് ഇതും അറിയും. ഓക്കെ, ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി അല്ലെ?
പിന്നെ ജെഫ്രി ചോസറിന്റെ പോയറ്റ് കോർണർ റിലേറ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന് എവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അടക്കം ചെയ്തിട്ടുള്ളത്? ദ പോയറ്റ് കോർണർ ഇൻ ദ വെസ്റ്റ്മിൻസ്റ്റർ അബേ. ദ ഫസ്റ്റ് പോയറ്റ് വെസ്റ്റ്മിൻസ്റ്റർ അബേയില് അല്ലെങ്കിൽ പോയറ്റ് കോർണറിൽ ആദ്യമായിട്ട് അടക്കം ചെയ്ത വ്യക്തിനും പിന്നെ അദ്ദേഹത്തിന്റെ ആ വെസ്റ്റ്മിൻസ്റ്റർ അബേ ഉത്തരമായിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്താണ്, പരിചയമുള്ളതാണ് അല്ലെ. ഇതിന്റെ തൊട്ടു മുൻപിൽ നടത്തിയ ഒരു പരീക്ഷയില് ജെഫ്രി ചോസറിന്റെ വർക്ക് റിലേറ്റഡ് ദ ബുക്ക് ഓഫ് ഡച്ചസ്, ദ ബുക്ക് ഓഫ് ദി ഡച്ചസ്, ദ ബുക്ക് ഓഫ് ദ ഡച്ചസ് ആരുടേതാണ്? ജെഫ്രി ചോസർ ആണ്. ദ ഹൗസ് ഓഫ് ഫെയിം, ദ ബുക്ക് ഓഫ് ഡച്ചസ്, ദ ഹൗസ് ഓഫ് ഫെയിം. ദെൻ പാർലമെന്റ് ഓഫ് ഫൗൾസ്, പാർലമെന്റ് ഓഫ് ഫൗൾസ്, പാർലമെന്റ് ഓഫ് ഫൗൾസ്. ഇതൊക്കെ ആരുടേതാണ്? ജെഫ്രി ചോസർ. ഓക്കെ, ദെൻ ജെഫ്രി ചോസർ. ദെൻ എന്താണ് ഈ കാൻഡർബറി ടെയിൽസിലെ എത്ര ടെയിലുകൾ ഉണ്ട് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അല്ലെ. 24 ടെയിൽസ് ആണ്. പിന്നെ ഫസ്റ്റ് പിൽഗ്രിം ടെയിൽ, ഫസ്റ്റ് പിൽഗ്രിം ടെയിൽ, ഫസ്റ്റ് പിൽഗ്രിം ടെയിൽ, ഫസ്റ്റ് പിൽഗ്രിം ടെയിൽ ആരുടേതാണ്? ഫസ്റ്റ് പിൽഗ്രിം ടെയിൽ ദ നൈറ്റ്, ദ നൈറ്റ് പരീക്ഷയിൽ ചോദിച്ചതാണ് കേട്ടോ. ഫസ്റ്റ് പിൽഗ്രിം ടെയിൽ ഓർത്തു വെക്കുക, ദ നൈറ്റ്സ് ടെയിൽ ആണ്, ദ നൈറ്റ്സ് ടെയിൽ. ഓക്കെ, അതാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത്. ദ ലോങ്സ്റ്റ് സ്റ്റോറി, ദ ലോങ്സ്റ്റ് ടെയിൽ, ദ ലോങ്സ്റ്റ് ടെയിൽ അല്ലെങ്കിൽ ദ ലോങ്സ്റ്റ് സ്റ്റോറിയും ആരുടേതാണ്? ദ നൈറ്റ് ആണ് കേട്ടോ, ദ ലോങ്സ്റ്റ് സ്റ്റോറി. അതുപോലെ തന്നെ പിൽഗ്രിംസിന്റെ എണ്ണം അല്ലെ, പാർസൺസ്. ലാസ്റ്റ് ടെയിൽ ആരുടേതാണ്? പാർസൺസ് ടെയിൽ. വെരി ഗുഡ്, പാർസൺസ് ടെയിൽ ആണ് ലാസ്റ്റ്. പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തത് ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? പിൽഗ്രിംസിന്റെ എണ്ണം 30 പിൽഗ്രിംസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ പിൽഗ്രിംസ് 29 or 31. 29 ആണ്, ഓദറിനെയും കൂട്ടിയിട്ട് 30 ആണ് അല്ലെ, 30. then അടുത്തത് ആരാ? ടബാർഡ് ഇൻ സൗത്ത് വർക്ക്. ഓർമ്മയുണ്ടോ എവിടേക്കാണ് പോകുന്നത്? തോമസ് ബെക്കറ്റും ടബാർഡ് ഇൻ സൗത്ത് വർക്ക്. ടബാർഡ്, ഈ ടേംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഓർമ്മയുണ്ടാവുക. കാരണം അത് റിലേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് പരീക്ഷകളിൽ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. 29 + 2. ഓക്കെ, 30 പിൽഗ്രിംസ്. 30 പിൽഗ്രിംസ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. 14ാമത്തെ ചോദ്യം. വോൾപോൺ ഈസ് എ ക്യാരക്ടർ ഇൻ എ പ്ലേ ബൈ. വോൾപോൺ ഈസ് എ ക്യാരക്ടർ ഇൻ എ പ്ലേ ബൈ ഡോക്ടർ ജോൺസൺ, ബെൻ ജോൺസൺ, റിച്ചാർഡ് ഷെറിഡാൻ, ഓസ്കാർ വൈൽഡ്. ആരുടേതാണ് വോൾപോൺ? ആരുടെ ക്യാരക്ടർ ആണ് വോൾപോൺ? ഡോക്ടർ ജോൺസൺ ആണോ, ബെൻ ജോൺസൺ ആണോ, ദെൻ റിച്ചാർഡ് ഷെറിഡാൻ ആണോ, ഓസ്കാർ വൈൽഡ് ആണോ? ഓപ്ഷൻ ബി ആണ് അല്ലെ, ബെൻ ജോൺസൺ ആണ് കേട്ടോ. വോൾപോൺ ഈസ് എ ക്യാരക്ടർ ബൈ ബെൻ ജോൺസൺ. വോൾപോൺ എന്ന് പറയുന്നത് ആരുടെ പ്ലേയിലെയാണ്? ബെൻ ജോൺസന്റേതാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ദ ഐഡിയ ഓഫ് എ യൂണിവേഴ്സിറ്റി ഈസ് ആൻ എസ്സേ ബൈ. The idea of university is an essay by. നമുക്കൊരു 10-30 ചോദ്യമെങ്കിലും ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ഉള്ളത് വേഗത്തിൽ പോവാം. The idea of university is an essay by. The idea of university ആരുടെ essay ആണ്? കാർഡിനൽ ന്യൂമാൻ, മാത്യു അർണോൾഡ്, തോമസ് കാർലെ ആൻഡ് ബെർട്രാൻഡ് റസ്സൽ. ആരുടേതാണ്? ഓക്കെ, കാർഡിനൽ ന്യൂമാൻ അല്ലെ. ആരാണ്? കാർഡിനൽ ന്യൂമാൻ എന്നാണ് ഉത്തരം. മൂപ്പരുടെ മുഴുവൻ പേര് എല്ലാവർക്കും അറിയാലോ അല്ലെ. എന്താണ് പേര്? ജോൺ ഹെൻറി കാർഡിനൽ ന്യൂമാൻ. ജോൺ ഹെൻറി കാർഡിനൽ ന്യൂമാൻ. അദ്ദേഹത്തിന്റെ എസ്സേ ആണ് ദ ഐഡിയ ഓഫ് എ യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇത് ഡബ്ലിനില്
അദ്ദേഹം ചെയ്ത ലെക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ആ ലെക്ചേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്സേ ആണ് കേട്ടോ. ഡബ്ലിനില് അദ്ദേഹം നടത്തിയ കുറച്ച് ലെക്ചേഴ്സ് ഉണ്ട്. ആ ലെക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ആ ലെക്ചേഴ്സിൽ എന്താണോ പറഞ്ഞത് അത് എസ്സേ രൂപത്തിൽ എഴുതിയതാണ് ദ ഐഡിയ ഓഫ് എ യൂണിവേഴ്സിറ്റി, ഡബ്ലിൻ. ഓക്കെ, ആൻഡ് ഇയർ ഹെൻറി ന്യൂമാൻ, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1852. അപ്പോ ദ ഐഡിയ ഓഫ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്ത ഇയർ ഏതാണ്? 1852. ഓക്കെ, അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The journal of the Castle of Otranto. The Castle of Otranto ഏത് വിഭാഗത്തിൽ വരുന്നതാണ്? ഡിറ്റക്റ്റീവ് നോവൽ ആണോ, ഗോത്തിക് നോവൽ ആണോ, ബേഴ്സ്ക്യൂ ആണോ, കോമിക് ആണോ? ഏത് കാറ്റഗറിയില് വരുന്നതാണ്? ഗോത്തിക് നോവൽ. ഓപ്ഷൻ ബി ആണ്, it comes under Gothic novel. Okay, Gothic novel. വേണമെങ്കിൽ നമുക്ക് അതിനെ the first Gothic novel എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഗോത്തിക് നോവൽ. ആ ഗോത്തിക് നോവൽ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഫസ്റ്റ് വിഭാഗമാണ്, ഫസ്റ്റ് ആണ് ദ കാസിൽ ഓഫ് ഒട്രാന്റോ അല്ലെ? ഓക്കെ, ആരുടേതാണ്? ആരാണ്? 1764 ആരുടേതാണ്? ഹൊറേസ് വാൽപോൾ. ഹൊറേസ് വാൽപോൾ. നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ദ കാസിൽ ഓഫ് ഒട്രാന്റോ ഒക്കെ വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഹൊറേസ് വാൽപോളിന്റേതാണ് 1764 അല്ലെ? 1900 ഈ ഒരു ഗോത്തിക് നോവൽ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അതിലെല്ലാ ഇമോഷൻസും ഒക്കെ എന്താണ് കടന്ന് വരുന്ന ഒരു വിഭാഗമാണ് ആ ഒരു എന്താണ് ഈ ഒരു ഗോത്തിക് നോവൽ. എല്ലാ ഇമോഷൻസും നമുക്കതില് കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Avon is in the same genre. Avon കേട്ടിട്ടുണ്ടോ? Avon. ഓക്കെ, ഏത് ജോണറിൽ വരുന്നതാണ്? ഉട്ടോപ്പിയ, വോൾഫ് ഹോൾ, വാനിറ്റി ഫെയർ, ആനിമൽ ഫാം. ഉട്ടോപ്പിയ ആണോ, വോൾഫ് ഹോൾ ആണോ? ഏതില് വരുന്നതാണ്? Avon. Avon. ഓപ്ഷൻ എ ഉട്ടോപ്പിയ കേട്ടോ. Avon എന്ന് പറയുന്നത് Avon is an utopian novel. It was an ഉട്ടോപ്പിയൻ നോവൽ. ആരുടേതാണ്? എനി ഐഡിയ? ഉട്ടോപ്പിയൻ നോവൽ ബൈ ഹൂം? സാമുവൽ ബട്ട്ലർ ആണ് കേട്ടോ. ഉട്ടോപ്പിയൻ നോവൽ ബൈ ആരാണ്? സാമുവൽ ബട്ട്ലർ. ഓക്കെ, സാമുവൽ ബട്ട്ലർ. ഇത് ബോർബോണിന്റെ ആണ് പറയുന്നത്, ഉട്ടോപ്പിയയുടെ അല്ല. ഓപ്ഷൻ ഏതാണ്? ഉട്ടോപ്പിയ എന്നുള്ളതാണ്. ഉട്ടോപ്പിയ ആരുടേതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? ഉട്ടോപ്പിയ നമ്മുടെ പരീക്ഷയിലൊക്കെ എന്ത് ചെയ്തിട്ടുള്ളതാണ്? ചോദിച്ചിട്ടുള്ളതാണ്. ആരുടേതാണ്? തോമസ് മോർ. തോമസ് മോറിന്റെ ഉട്ടോപ്പിയ റിപ്പീറ്റഡ് ചോദ്യമാണ്. പല 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 പരീക്ഷകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തോമസ് മോർ ഉട്ടോപ്പിയ അല്ലെ? 1516 ഉട്ടോപ്പിയ 1516 തോമസ് മോർ. ഓക്കെ, അപ്പൊ Avon എന്ന് പറയുന്നതും ഒരു ഉട്ടോപ്പിയൻ നോവലാണ്. ആരുടേതാണ്? സാമുവൽ ബട്ട്ലറുടേതാണ് കേട്ടോ. തോമസ് മോറിന്റെ ഉട്ടോപ്പിയ. ഓക്കെ, ദെൻ ഇതില് ബാക്കിയുള്ള ഓപ്ഷൻസ് കേട്ട് പരിചയമുണ്ടോ എന്നുള്ളത് അറിയില്ല. വോൾഫ് ഹോൾ. വോൾഫ് ഹോൾ അദ്ദേഹത്തിന്റെ എന്താണ് ഒരു നമുക്ക് പരിചയമുള്ള ഒരു ഇയറിൽ 2009 ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എന്താ പറയാ, ഈ
ഓർമ്മയില്ല. ഹിലാരി മാന്റലോ, ഹിലാരി മാന്റൽ, അങ്ങനെ എന്തോ ആണ് വോൾഫ് ഹാളിന്റെ. വാനിറ്റി ഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം നമുക്കറിയാം അല്ലെ? ആരുടേതാണ്? വില്യം മാക്പീസ് താക്കറെ. വാനിറ്റി ഫെയർ. വാനിറ്റി ഫെയറിന്റെ ചോദ്യം ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. വാനിറ്റി ഫെയർ, വില്യം മാക്പീസ് താക്കറെ. അദ്ദേഹത്തിന്റെ ഇതാണ് വാനിറ്റി ഫെയർ. ആ ചോദ്യം ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. കേട്ട് പരിചയമുള്ള ചോദ്യമാണ് വാനിറ്റി ഫെയറിനെ കുറിച്ചുള്ള ചോദ്യം. ഏതാണ് വാനിറ്റി ഫെയർ? വില്യം മാക്പീസ് താക്കറെ. ഇറ്റ്സ് വിക്ടോറിയൻ നോവൽ ആണ് അല്ലെ? വാനിറ്റി ഫെയർ വിക്ടോറിയൻ നോവൽ. എന്താണ് ചോദ്യം? വിത്തൗട്ട് എ ഹീറോ. വെരി ഗുഡ് രശ്മി. എ നോവൽ വിത്തൗട്ട് എ ഹീറോ. വാനിറ്റി ഫെയർ റിപ്പീറ്റഡ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒരുപാട് തവണ ലൈവ് ഒക്കെ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ചോദ്യം കൂടെയാണ്. എ നോവൽ വിത്തൗട്ട് എ ഹീറോ. ഇതേപോലെ തന്നെയാണ് പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളത്. എ നോവൽ വിത്തൗട്ട് ഹീറോ, വാനിറ്റി ഫെയർ. ആരുടേതാണ്? വില്യം മാക്പീസ് താക്കറെ ആണ്. വില്യം മാക്പീസ് താക്കറെ. ദെൻ അനിമൽ ഫാം അല്ലെ? അനിമൽ ഫാം ആരുടേതാണ്? ജോർജ് ഓർവെൽ ആണ് കേട്ടോ. അനിമൽ ഫാം, അനിമൽ ഫാം ആരുടേതാണ്? ജോർജ് ഓർവെൽ. ജോർജ് ഓർവെൽ. എനിക്ക് തോന്നുന്നു അനിമൽ ഫാം റിലേറ്റഡ് ആയിട്ടും അധിക ചോദ്യങ്ങളൊക്കെ. ഈ ജോർജ് ഓർവെലിന്റെ ശരിക്കുള്ള പേരെന്താണ്? പെൻനെയിം ആണ്. ജോർജ് ഓർവെൽ എന്നുള്ളത് അവര് സ്വീകരിച്ചിട്ടുള്ള പെൻനെയിം ആണ്. ഒറിജിനൽ പേരെന്താണ്? എറിക് ആർതർ ബ്ലെയർ. എറിക് ആർതർ ബ്ലെയർ ആണ് കേട്ടോ. എറിക് ആർതർ ബ്ലെയർ ചോദിച്ചതാണ് പരീക്ഷയ്ക്ക്. അപ്പോ ആരുടേതാണത്? പെൻനെയിം ജോർജ് ഓർവെലിന്റെ. ജോർജ് ഓർവെൽ പെൻനെയിം. മുഴുവൻ പേരെന്താണ്? ശരിക്കുള്ള പേര് എറിക് ആർതർ ബ്ലെയർ ആണ്. ഓക്കെ. ദെൻ അനിമൽ ഫാം ഏത് ജേണറിൽ വരുന്നതാണ് അല്ലെ? ഇറ്റ് കംസ് അണ്ടർ വിച്ച് ജേണർ എന്നുള്ള ഒരു ചോദ്യം നമ്മൾക്ക് പരീക്ഷയിൽ കാണാം. ഇറ്റ് കംസ് അണ്ടർ അലഗോറി, അലഗോറിക്കൽ നോവല. അലഗോറിക്കൽ നോവല. ഏതാണ്? അലഗോറിക്കൽ. അപ്പോഴേ നമ്മൾ എന്താ പറയാ, ഗോത്തിക് നോവല് നോക്കില്ലേ? അതേപോലെ ഇറ്റ് കംസ് അണ്ടർ എന്താണ്? അലഗോറിക്കൽ നോവല. സറ്റയർ അല്ല, അലഗോറിക്കൽ നോവല അല്ലെ? അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കോട്ട് പല പരീക്ഷകളിലും നമ്മൾ ചോദിച്ച് കാണാറുണ്ട്. അത് ഏതിലത്തേതാണ്? ചില ഇതിൽ നിന്ന് മാത്രമാണ് കേട്ട് പരിചയമുള്ള കോട്സുകളായിരിക്കും അധികവും നമുക്ക് ചോദിക്കാം. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കോട്ട് എത്ര പേർക്ക് അത് ഓർമ്മയുണ്ട്? നമ്മളൊക്കെ പഠിച്ചതല്ലേ? ഓൾ ആനിമൽസ് ആർ ഈക്വൽ അല്ലെ? ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആനിമൽസ് ആർ. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓർമ്മ കിട്ടുന്നുണ്ടോ? സം ആനിമൽസ് ആർ more equal than others. Some animals are more equal than others. അല്ലെ? Some animals are more equal than others. ഇത് ഏതലത്തെ കോട്ടാണ്? അനിമൽസ് എന്ന് കാണുമ്പോൾ നമുക്കറിയാം അനിമൽ ഫാം അല്ലെ? അനിമൽ ഫാം ആണ്. പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. പല 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 പരീക്ഷകളിലും ചോദിച്ച് കാണാറുണ്ട്. പിന്നെ അനിമൽ ഫാം റിലേറ്റഡ് ആയിട്ട് അതിന്റെ ക്യാരക്ടേഴ്സിൽ നിന്നും ചോദ്യം എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്. ഓൾഡ് മേജർ, ഓൾഡ് മേജർ അല്ലെ? ഓൾഡ് മേജർ എന്നുള്ള ക്യാരക്ടർ എവിടെയാണ്? അനിമൽ ഫാമിലാണ്. ഓൾഡ് മേജർ പിഗ് ആണ് അല്ലെ? ഓൾഡ് മേജർ എന്നുള്ളത് എന്താണ്? പിഗ് ആണ്. അങ്ങനെ പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഏത് ആനിമൽ ആണ് എന്നുള്ളത്. ഓൾഡ് മേജർ. അതുപോലെ തന്നെ നമ്മുടെ നെപ്പോളിയൻ, നെപ്പോളിയനും ഓൾഡ് മേജറും ഒക്കെ പിഗുകൾ തന്നെയാണ് അല്ലെ? സ്നോബോൾ. ഓക്കെ, സ്നോബോൾ. ഇതൊക്കെ എന്താണ്? അനിമൽ ഫാമില് വരുന്ന ക്യാരക്ടേഴ്സ് ആണ്. പിന്നെ ഒരു പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് അനിമൽ ഫാമില് ആ മാനർ ഫാമിന്റെ ഓണറുടെ പേര് അല്ലെ? ആരാണ് ഓണർ? ജോൺസ്. ഓക്കെ. ദെൻ പിന്നെ സ്ക്വീലർ, ബോക്സർ, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ അത് റിലേറ്റ് ചെയ്തിട്ട്
വരാറുണ്ട്. അനിമൽ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചോദ്യങ്ങള് വന്നുകൊണ്ടേയിരിക്കും. അത്ര ഭയങ്കര രസകരായിട്ടുള്ളതാണ് അനിമൽ ഫാം എന്ന് പറയുന്ന ആ നോവല് അല്ലെ, അലഗോറിക്കൽ നോവല്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചാൾസ് ലാംബ് ആൻഡ് ജെയിൻ ഓസ്റ്റൻ. ചാൾസ് ലാംബിനെയും ജെയിൻ ഓസ്റ്റനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണ്? They were separated by a lifetime. Then option B, were separated by a century. Option C, were born decades apart. And D, were born in the same year. Okay, 18ാമത്തെ ചോദ്യം ഏതാണ്? D ആണ്. They were born in the same year. രണ്ടുപേരും ജനിച്ചത് എന്താണ്? ചാൾസ് ലാംബും ജെയിൻ ഓസ്റ്റനും ജനിച്ചത് എന്താണ്? ഒരേ വർഷമാണ്. രണ്ടുപേരും 19th സെഞ്ച്വറി ലിറ്റററി ഫിഗേഴ്സ് ആണ് അല്ലെ. 19th സെഞ്ച്വറി ലിറ്റററി ഫിഗേഴ്സ്. അപ്പോ രണ്ടുപേരും ജനിച്ച ഇയർ 1775 1775. ജെയിൻ ഓസ്റ്റനും ചാൾസ് ലാംബും രണ്ടുപേരും ജനിച്ചത് 1775. അപ്പൊ ചാൾസ് ലാംബിന്റെ പറയുകയാണെങ്കിൽ ഒരു 1775 മുതൽ 1835 വരെയുള്ള ഒരു ലൈഫ് സ്പാൻ നമുക്കാരുടെ ചാൾസ് ലാംബിൽ 34 അല്ലെ, 34 1775 to 1834. അത് തന്നെ നമ്മൾ ജെയിൻ ഓസ്റ്റനിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ 1817 ആണ്. ഓക്കെ, 1817 ആണ് ജെയിൻ ഓസ്റ്റൻ. പിന്നെ ചാൾസ് ലാംബിന്റെയും ഇവരുടെയും ഒക്കെ പറയുന്നത് എന്താണ്? ചാൾസ് ലാംബ് ഓർക്കുന്നേ, അവരുടെ എസ്സേസ് ഓഫ് ഏലിയ അല്ലെ. ചാൾസ് ലാംബ് അതാണ് എസ്സേസ് ഓഫ് ഏലിയ. കേട്ടോ, ഏലിയ എന്നുള്ളത് അവരുടെ എന്തായിരുന്നു? പെന്നേം ആയിരുന്നു ഏലിയ. എസ്സേസ് ഓഫ് ഏലിയ. ജെയിൻ ഓസ്റ്റൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം എന്താണ്? പ്രൈഡ് ആൻഡ് പ്രിജുഡിസ് ആണ്. പ്രൈഡ് ആൻഡ് പ്രിജുഡിസ്. പ്രൈഡ് ആൻഡ് പ്രിജുഡിസ് ആരുടേതാണ്? ജെയിൻ ഓസ്റ്റൻ. ഓക്കെ, ചാൾസ് ലാംബ് എസ്സേസ് ഓഫ് ഏലിയ, ജെയിൻ ഓസ്റ്റൻ പ്രൈഡ് ആൻഡ് പ്രിജുഡിസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Complete the title of this novel, The Strange Case of Dr. Jekyll and. The title of this novel, ഒരു നോവലിന്റെ ടൈറ്റിൽ ആണ് അല്ലെ. എന്താണ് ആ നോവലിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്? The Strange Case of Dr. Jekyll and. ഏതാണ് ഓപ്ഷൻ? പ്രൊഫസർ ജെൻകിൻസ് ആണോ, മിസ്സിസ് ജോൺസ് ആണോ, മിസ്റ്റർ ഹൈഡ് ആണോ, മിസ് ജീൻ ആണോ? ഓക്കെ, സി. യെസ്, മിസ്റ്റർ ഹൈഡ് അല്ലെ. ഏതാണ് ഉത്തരം? ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കൈൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്. അതാണ് മിസ്റ്റർ ഹൈഡ്. ഇത് ഒരു എന്താ പറയാ, ഹൊറർ നോവലാണ്. ഹൊറർ ആണ് ദ സ്ട്രേഞ്ച് കേസ്. ഗോത്തിക് ഹൊറർ നോവല. ഗോത്തിക് ഹൊറർ നോവല. ഹൊറർ. ഓക്കെ, ഗോത്തിക് ഹൊറർ നോവലയാണ്. ഓതർ ആരാന്നറിയാവോ? എഴുതിയത് ആരാന്നറിയാവോ? സ്റ്റീവൻസൺ ആണ്. എന്താണ് അയാളുടെ മുഴുവൻ പേരെന്ന് പറയുന്നത്? റോബർട്ട് ലെവിസ് സ്റ്റീവൻസൺ. റോബർട്ട് ലെവിസ് സ്റ്റീവൻസൺ. ഓക്കെ, ഇതാണ് അയാളുടെ ഓതറുടെ പേര് കേട്ടോ, മിസ്റ്റർ ഹൈഡ്. അപ്പൊ ആ ടൈറ്റില് നമ്മൾ എന്ത് ചെയ്തു? പരിചയപ്പെട്ടു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The way of the world is a work by. The way of the world. The way of the world is a work by Auden, Blake, Congreve and Dryden. Okay, Grieve അല്ലെ, Congreve, വില്യം കോൺഗ്രേവ്. ഒരു മുഴുവൻ പേരെന്താണ്? വില്യം
കോൺഗ്രീവ് ആണ്. It was a famous restoration comedy play. അപ്പൊ ഏത് കാലഘട്ടത്തിലെയാണ്? അതേ ആ റൈറ്റർ ആണ് അല്ലെ, റിസ്റ്ററേഷൻ ഏജ് ആണ്. അപ്പൊ അതൊരു റിസ്റ്ററേഷൻ എന്ന കോമഡി പ്ലേ ആണ്. The Way of the World എന്നുള്ളത് എന്താണ്? റിസ്റ്ററേഷൻ comedy play by William Congreve, and it was first performed in 1700. 1700 ഇത് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? പെർഫോം ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് പെർഫോംഡ് ഇൻ. നമുക്ക് പരീക്ഷയിൽ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലെങ്കിലും ഓതറും ഇതൊക്കെ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. 21ാമത്തെ ചോദ്യം. The Merchant of Venice, Portia dons the role, അല്ലെ? Dons the role of Portia dons the role of Bassanio, Balthazar, Antonio and Nerissa. The Merchant of Venice. Merchant of Venice character related ആയിട്ട് ഇനി ഒരു ചോദ്യം കൂടി ആ ഒരു ഇതിലുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഷേക്സ്പീരിയൻ ക്യാരക്ടേഴ്സ് ഒക്കെ ഒന്നുകൂടെ എന്ത് ചെയ്യാം? പരിചയപ്പെടാം കേട്ടോ. സമയം ലാസ്റ്റ് കിട്ടുന്നതിനനുസരിച്ചിട്ട് എല്ലാം നമുക്ക് ഒറ്റ ഇതിൽ തന്നെ പറഞ്ഞ ആ ഒരു ചോദ്യത്തിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എല്ലാരും ആൻസർ ചെയ്തു. 21B എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണ്. ബാൽതാസർ അല്ലെ? പോർഷ്യ, ദ മെർച്ചന്റ് ഓഫ് വെനീസ് ഒക്കെ നമുക്ക് എന്താണ്? കാണാപ്പാടാണ്. ആക്ട് 4 മെർച്ചന്റ് ഓഫ് വെനീസ് ആക്ട് 4. ഓക്കെ, ഡസ് ആണ്. ഓക്കെ, ഡൺസ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ. ഡസ് ദ റോൾ ഓഫ് പോർഷ്യ. ഡോൺസ് അല്ല, ഇവിടെ ഡോൺ എന്നുണ്ട്, അതല്ല, ഡസ് ആണ് കേട്ടോ. ഡസ് ദ റോൾ ഓഫ് ഏതാണ്? ബൽതാസർ. അത് തന്നെ മെർച്ചന്റ് ഓഫ് വെനീസില് ആക്ട് 4 സീൻ 1. ആക്ട് 4 സീൻ 1. സീൻ 1 പോർഷ്യ ആ ഒരു കോർട്ടിലേക്ക് വരുന്നത് എന്താണ്? ഒരു ആന്റോണിയോയെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒരു ബൽതാസർ എന്നുള്ള ആ ഒരു ലോയറിന്റെ വേഷത്തിലാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത് അല്ലെ. അടുത്തത്, 2 sorts of bad poetry are discussed in. നമുക്ക് ചില ചോദ്യങ്ങളൊന്നും റിപ്പീറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല, വളരെ റെയർ ആയിട്ട് മാത്രം പരീക്ഷകളിൽ കണ്ട ചോദ്യങ്ങളായിരിക്കും. അങ്ങനെ ഒരു ചോദ്യമാണ് 2 sorts of bad poetry എന്നുള്ളത്. എവിടെയാണ് ഡിസ്കസ് ചെയ്തത്? An essay on dramatic poesy, then Areopagitica, an essay on man, an essay on criticism. 22A ശരിയായിട്ടുള്ള ഉത്തരമാണ്. 2 sorts of bad poetry. നമുക്ക് എവിടെയാണുള്ളത്? An essay on dramatic poesy. 1668 അത് വരുന്നത്. 1668. ഇത് എന്താണ്? ജോൺ ഡ്രൈഡന്റെ ആണ്. ജോൺ ഡ്രൈഡൻസ് ആൻ എസ്സേ ആണ് കേട്ടോ. ജോൺ ഡ്രൈഡൻ ആണ്. ജോൺ ഡ്രൈഡൻ. ഓക്കെ, ജോൺ ഡ്രൈഡന്റെ എസ്സേ ആണ്. ദെൻ ഇതിലത്തെ അടുത്ത ഓപ്ഷൻ ഉണ്ടല്ലോ, ഏരിയോപെജിറ്റീഷ്യ. ഇത് ആർക്കൊക്കെ അറിയാം? ഇത് ജോൺ ഡ്രൈഡന്റെ ആണ്. ആൻ എസ്സേ ഓൺ ഡ്രമാറ്റിക് പോസി ആരാണ്? ജോൺ ഡ്രൈഡൻ ആണ്. ഈ ഒരു ടേം ഏറോപെജിറ്റീഷ്യ, പെജിറ്റിക്ക എവിടെയാ നമ്മൾക്ക് കേട്ട് പരിചയമുള്ളത്? ആരുടേതാണ്? ജോൺ മിൽട്ടൺ ആണ് കേട്ടോ. ഇതാരുടേതാണ്? ജോൺ മിൽട്ടൺസ് സ്പീച്ച്. ജോൺ മിൽട്ടൺസ് സ്പീച്ച് ആണ്. ജോൺ മിൽട്ടൺ. വെരി ഗുഡ്. മിൽട്ടൺ. ശരി, അങ്ങനെയാണെങ്കിൽ ആൻ എസ്സേ ഓൺ മാൻ ആരുടേതാണ്? ആൻ എസ്സേ ഓൺ മാൻ. ആൻ എസ്സേ ഓൺ മാൻ ആൻഡ് ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം. ഇത് കാണുമ്പോൾ നമുക്കറിയാം ആരുടേതാണ്? അലക്സാണ്ടർ പോപ്പ് ആണ്. ആൻ എസ്സേ ഓൺ മാൻ ആൻഡ് ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം ആരുടേതാണ്? അലക്സാണ്ടർ പോപ്പ് ആണ് കേട്ടോ. അലക്സാണ്ടർ പോപ്പ്. ആൻ എസ്സേ ഓൺ മാൻ ആൻഡ് ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം ആരുടേതാണ്? അലക്സാണ്ടർ പോപ്പാണ്. ദെൻ ദ ഡച്ചസ് ഓഫ് മാൽഫി. പല പരീക്ഷകളിലും നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ദ ഡച്ചസ് ഓഫ് മാൽഫി. മാർലോ, വെബ്സ്റ്റർ, ലോഡ്ജ്, നാഷെ. ദ ഡച്ചസ് ഓഫ് മാൽഫി.
ജോൺ വെബ്സ്റ്റർ അല്ലേ? ജോൺ വെബ്സ്റ്റർ. ദ ഡച്ചസ് ഓഫ് മാൽഫി. ദ ഡച്ചസ് ഓഫ് മാൽഫി ആരുടേതാണ്? ജോൺ വെബ്സ്റ്റർ ആണ്. ഇറ്റ്സ് എ ജക്കോബിയൻ റിവഞ്ച് ട്രാജഡി അല്ലെ? ദ ഡച്ചസ് ഓഫ് മാൽഫി എന്നുള്ളത് എന്താണ്? ജക്കോബിയൻ ആണ്. ഇറ്റ്സ് എ ജക്കോബിയൻ റിവഞ്ച് ട്രാജഡി അല്ലെ? 1612 1613 ആ ഒരു ടൈമിലൊക്കെ ഉള്ളതാണ് ജക്കോബിയൻ പീരിയഡ് അല്ലെങ്കിൽ ജക്കോബിയൻ കാലഘട്ടത്തിലെ ജോൺ വെബ്സ്റ്റർ ആണ് അതിന്റെ ഓഥർ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക ഈസ് ബൈ. എ ഫാർ ക്രൈ ഈസ് ഫ്രം ആഫ്രിക്ക. നമ്മളുടെ ഈ ചോദ്യങ്ങളൊക്കെ അധികം പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്യാത്ത ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളും ഫാക്റ്റുകളും ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലാത്ത ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് കോൺഫിഡന്റ് ഉണ്ട്. കൊണ്ടോ ഞാൻ കോൺഫിഡൻസോടുകൂടി തന്നെ പറയാണ്. അടുത്ത തന്നെ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക. ഡെറക് വാൽക്കോട്ട്, വി.എസ്. നൈപാൾ, വോൾ സോയിങ്ക, ചിമ്മന്റ അഡിച്ചി. ആരാണ് ഉത്തരം? ഓപ്ഷൻ എ, ഡെറക് വാൽക്കോട്ട്. എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക ആരാണ്? ഡെറക് വാൽക്കോട്ട് ആണ്. ഓക്കെ, ഡെറക് വാൽക്കോട്ട്. അടുത്ത ചോദ്യം, ദ ഓഥർ ഓഫ് സനാതൻ. ദ ഓഥർ ഓഫ് സനാതൻ. 25 ക്വസ്റ്റ്യനെ ആയിട്ടുള്ളൂ അല്ലെ? നമുക്ക് കിട്ടുന്ന സമയം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേഗത്തിൽ നമുക്കൊന്ന് ഓടിച്ചു പോകാം. ദ ഓഥർ, ദ നോവൽ സനാതൻ എഴുതിയത് ആരാണ്? ഗീതാഞ്ജലി, ശ്രേ പെരുമാൾ മുരുകൻ, ഹരീഷ്. ഓക്കെ, ഓപ്ഷൻ ഡി, ശരൺ കുമാർ ലിംപാലെ. സനാതൻ ആരാണ്? ശരൺ കുമാർ ലിംപാലെ. കേട്ടോ, JCB അവാർഡ് 2024 JCB അവാർഡിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത് ശരൺ കുമാർ ലിംപാലയുടെ സനാതൻ എന്ന് പറയുന്ന നോവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓഥർ ഓഫ് ദ നോവൽ that begins with the image of a muko which meets a little named baby Choco. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ? ചൊക്കോയും ലിറ്റിൽ ബോയുടെ ഒക്കെ പേരുകളും ഒക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. ഓക്കെ, 26th ക്വസ്റ്റ്യൻ, ചാൾസ് ഡിക്കൻസ് ആണോ? R.L. സ്റ്റീവൻസൺ ആണോ? റസ്കിൻ ബോണ്ട് ആണോ? ജെയിംസ് ജോയ്സ് ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 26. ഇത് പേര് ഞാൻ ഏത് നോവലിലാണ് എന്നുള്ളത് പറയാം. എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ. എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ. ആരാണ് ഓഥർ? ആരാണ് ഓഥർ? എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ. ആ പേര് ഞാൻ ഓർക്കാൻ പറഞ്ഞു, ജെയിംസ് ജോയ്സ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആരാണ്? ജെയിംസ് ജോയ്സ് ആണ്. ജെയിംസ് ജോയ്സിന്റെ എ പോർട്രേറ്റ് ഓഫ് ദ യങ് മാൻ ആസ് ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ. ആ നോവലിലാണ് നമുക്ക് ഇത് കാണാൻ പറ്റുക. നോവലോ എക്സ്പ്ലനേഷനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Mythologies 1957 is the work of Mythologies 1957. Jacques Derrida, Ronald Barthes, Claude Lévi-Strauss and Homi Bhabha. വളരെ സിമ്പിൾ ആണ്. മിത്തോളജീസ് 1957 റൊണാൾഡ് ബാർത്തസ് ആണ് കേട്ടോ. റൊണാൾഡ് ബാർത്തസ്. കൂടുതൽ അവര് റിപ്പീറ്റഡ് ചോദ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കത് വിട്ടുപോവാം അല്ലെ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The music in my heart I bore long after it was heard no more. So says. ആരുടെ വാക്കുകളാണിത്? The music in my heart I bore long after it was heard no more. Percy Bysshe Shelley, W.B. Yeats, William Wordsworth, S.T. Coleridge. ഈ ഓഥർ എല്ലാവരെയും നമുക്ക് എന്താണ്? പരിചയമാണ് അല്ലെ? എല്ലാവരും ആരുടേതാണ്? വെരി ഗുഡ്.
വില്യം വേർഡ്സ്വർത്തിന്റേതാണ്. ഏതാണ് പോയം എന്ന് വരെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. സോളിറ്ററി റീപ്പർ. ആരാണ്? സോളിറ്ററി റീപ്പർ ആണ് അല്ലെ. വില്യം വേർഡ്സ്വർത്തിന്റെ വരികളൊന്നും നമ്മൾ അത്ര പെട്ടെന്ന് മറക്കാറില്ല. വില്യം വേർഡ്സ്വർത്ത്. And it is published in the year 1807. സോളിറ്ററി റീപ്പർ പബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? 1807. വില്യം വേർഡ്സ്വർത്തിന്റെ ഒരു പീരീഡ്, കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ഏതാ? റൊമാൻറ്റിക് പീരീഡ് ആണ് അല്ലെ. റൊമാൻറ്റിക് പീരീഡ് ആണ്, റൊമാൻറ്റിക് കാലഘട്ടം ആണ്. ഓക്കെ, ടിൻറ്റർനബയും ഡഫോഡിൽസും ഒക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളത് തന്നെയാണ്, ഓർത്തു വെക്കേണ്ടതുമാണ് കേട്ടോ. ഡഫോഡിൽസ്, സോളിറ്ററി റീപ്പർ, ഇതൊക്കെ ആരുടേതാണ്? വില്യം വേർഡ്സ്വർത്ത്. Next question. The queen who took the title Empress of India. എളുപ്പമാണ് അല്ലെ. റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിലൊക്കെ ഒന്നാണ്. നമ്മളുടെ ഒരു ഓരോ പീരീഡിൽ, ഇപ്പൊ വിക്ടോറിയൻ പീരീഡ് ആയിക്കോട്ടെ, എലിസബത്തൻ ഏജ് ആയിക്കോട്ടെ, റൊമാൻറ്റിക് പീരീഡ്, അങ്ങനെ ഓരോ കാലഘട്ടങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ദ ക്വീൻ ഹു ടുക്ക് വിക്ടോറിയ. വെരി ഗുഡ്. ആരാണ്? ക്വീൻ വിക്ടോറിയ. ദ എംപ്രസ് ഓഫ് ഇന്ത്യ എന്നുള്ള ടൈറ്റിൽ ആരുടേതാണ്? ക്വീൻ വിക്ടോറിയ. Then a celebrated marriage of talented writers. A celebrated marriage of talented writers. ഏത് കപ്പിൾ? ഡിക്കൻസ് കപ്പിൾ ആണോ? ബ്രൗണിംഗ് കപ്പിൾ ആണോ? ഷാ കപ്പിൾ ആണോ? ദ ഷേക്സ്പിയർ കപ്പിൾ. ഷേക്സ്പീരിയനോ ഷേക്സ്പിയർ കപ്പിൾ? ആരാണ്? സിമ്പിൾ ആണ്, ബ്രൗണിംഗ് കപ്പിൾ ആണ് അല്ലെ. ആരാണ് ഈ ബ്രൗണിംഗ് കപ്പിൾ? റോബർട്ട് ബ്രൗണിംഗ്. റോബർട്ട് ബ്രൗണിംഗ് ആൻഡ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ്. എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ്. റോബർട്ട് ബ്രൗണിങ്ങും എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങും. ഇതിന്റെ ഉത്തരം ബ്രൗണിംഗ് കപ്പിൾ ആണ്. Then question number 31. 31ാമത്തെ ചോദ്യം. A poet of the First World War. ഈ പറയുന്ന 4 എണ്ണത്തിൽ ഫസ്റ്റ് വേൾഡ് വാറിലുള്ള പോയറ്റ്. നിസ്സംശയം നമുക്കറിയാം, വിൻസ്റ്റൺ ചർച്ചിൽ അല്ല, ജൂലിയൻ ബാർണസ് അല്ല, സോൾ ബെല്ലോ അല്ല. ആരാണ്? വിൽഫ്രഡ് ഓവൻ ആണ് അല്ലെ. വിൽഫ്രഡ് ഓവൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പേര് തന്നെയാണ് വിൽഫ്രഡ് ഓവൻ. വെരി ഗുഡ്. ഒരുപാട് ആളുകള് കമന്റ് ചെയ്യുന്നുണ്ട്. സമയത്തിന്റെ കുറവ് കൊണ്ടാണ് നമ്മൾ ഇച്ചിരി സ്പീഡിലേക്ക് പോകുന്നത് കേട്ടോ. Then Annus Mirabilis എന്ന് പറയുന്നത്, it's celebrated. Annus Mirabilis, a year, a monarch, a writer, then a discovery. ഏതാണ് ഈ ഒരു ചോദ്യം? Annus Mirabilis. It's a Latin word കേട്ടോ. ഇതെന്ത് വേർഡ് ആണ്? ലാറ്റിൻ വേർഡ് ആണ്. ഓക്കെ, വേർഡ് അല്ല, വേർഡ്. ഓക്കെ, WORD അല്ലെ, ലാറ്റിൻ വേർഡ്. അതിന്റെ മീനിങ്, ആനസ് മിറാബെല്ലിസ് എന്നുള്ള ലാറ്റിൻ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇറ്റ്സ് ഫോർ എ മിറാക്കുലസ് ഇയർ. അതിന്റെ അർത്ഥം എന്താണ്? മിറാക്കുലസ് ഇയർ. മിറാക്കുലസ് ഇയർ. അപ്പൊ ഇവിടെ ഏതാണ് അതിന്റെ ഉത്തരമായിട്ട് വരിക? എ ഇയർ അല്ലെ. ആനസ് മിറാബെല്ലിസ് എന്നുള്ള ലാറ്റിൻ വേർഡിന്റെ മീനിങ് മിറാക്കുലസ് ഇയർ എന്നാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The phrase terrible beauty is attributed to. റിപ്പീറ്റഡ് ചോദ്യമാണ്. ആ ഓദർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യവും അതുപോലെ തന്നെ ടെറിബിൾ ബ്യൂട്ടി ഒക്കെ നമുക്കും പരിചയമുള്ളത് തന്നെയാണ് അല്ലെ. WB Yeats ആണ്. WB Yeats എന്നുള്ളത് എന്താണ്? ഐറിഷ് പോയറ്റ് ആണ് കേട്ടോ. ഐറിഷ് പോയറ്റ്. ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് കിട്ടിയ ഐറിഷ് പോയറ്റ് ആണ്. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയ വർഷം 1923 നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന് 1913 അല്ലെ. WB Yeatsന് എപ്പോഴാണ്? 1923. പിന്നെ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ലൈവ് ക്ലാസ്സുകളിൽ നമ്മുടെ ക്ലാസ് ഒക്കെ കേൾക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ട്. അബേ തിയേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യം അല്ലെ. ഫൗണ്ടർ ഓഫ് അബേ തിയേറ്റർ, ഗ്രിഗറി കൂടി, ലേഡി ഗ്രിഗറിയുടെ കൂടെ അബേ തിയേറ്റർ എന്ന് പറയുന്ന ഒരു ഇതിന് തുടക്കം കുറിച്ചത്.
ആരാണ്? WB Yeats ആണ്. അദ്ദേഹം പിന്നത്തെ ചോദ്യം എന്താണ്? WB Yeats ഉത്തരം വരുന്നത് എന്താ? എ പ്രയർ ഫോർ മൈ ഡോട്ടർ. വർക്കുകളിലേക്ക് നമ്മൾ പോകുന്നില്ല. Who wrote preface to ഗീതാഞ്ജലി? ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് പ്രിഫേസ് എഴുതിയത് ആരാണ്? WB Yeats ആണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ വേൾഡില് ഗീതാഞ്ജലിയെ ഇത്രത്തോളം പോപ്പുലർ ആക്കിയതും WB Yeats ആണ് കേട്ടോ. The next question. He is the father of English poetry. Said dash of dash. ആരെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്? ചോസർ ആണോ ബീഡിനെ കുറിച്ച് പറഞ്ഞത്? അതോ ഡ്രൈഡൻ ചോസറെ കുറിച്ച് പറഞ്ഞോ? ഡോക്ടർ ജോൺസൺ ചോസറെ കുറിച്ച് പറഞ്ഞോ? ബെൻ ജോൺസൺ ഷേക്സ്പിയറിനെ കുറിച്ച് പറഞ്ഞോ? ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഇംഗ്ലീഷ് പോയട്രി ആരാണ്? ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി ആരാണ്? നമുക്കറിയാം, ചോസർ ആണ്. അപ്പൊ രണ്ടാമത് ചോസർ വരണം അല്ലെ? ആരെ കുറിച്ച് പറഞ്ഞു? ചോസറിനെ കുറിച്ച് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ഡ്രൈഡൻ ആണ് കേട്ടോ. ജോൺ ഡ്രൈഡൻ ചോസറിനെ കുറിച്ച് പറഞ്ഞ വാക്കാണ് ഈ പറഞ്ഞത്. ഡ്രൈഡൻ ചോസർ. അപ്പൊ ഇംഗ്ലീഷ് പോയട്രിയുടെ ഫാദർ ആരാണെന്നുള്ള ഉത്തരം കിട്ടി. ആരെ കുറിച്ച് പറഞ്ഞു. ദെൻ ജെയിംസ് ബോസ്വെൽ. കുറെ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എളുപ്പത്തിൽ പോവാണ്. James Boswell is well known as a. ജെയിംസ് ജോസ്വെൽ ലെക്സിക്കോഗ്രാഫർ ആണോ? ബയോഗ്രാഫർ ആണോ? കാർട്ടോഗ്രാഫർ ആണോ? ഡിബേറ്റർ ആണോ? ജെയിംസ് ബോസ്വെൽ ഈസ് എ ബയോഗ്രാഫർ അല്ലെ? ബയോഗ്രാഫർ ആണ് കേട്ടോ. സ്കോട്ടിഷ് ആണ്. സ്കോട്ട്ലൻഡുകാരനാണ്. he was a Scottish biographer. ഓക്കെ. അദ്ദേഹം ബയോഗ്രാഫർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അതിന്റെ വർക്ക് എന്ന് പറയുന്നത് ലെക്സിക്കോഗ്രാഫർ അല്ലല്ലോ, ബയോഗ്രാഫർ അല്ലേ? ദ ലൈഫ് ഓഫ് സാമുവൽ ജോൺസൺ. ദ ലൈഫ് ഓഫ് അദ്ദേഹത്തിന് ഒരു ബയോഗ്രാഫർ എന്നുള്ളതിൽ പ്രശസ്തനാക്കിയതാണ് ദ ലൈഫ് ഓഫ് സാമുവൽ ജോൺസൺ. ഓക്കെ. The life of biographer ആണ് കേട്ടോ. ബയോഗ്രാഫർ, സ്കോട്ടിഷ് ബയോഗ്രാഫർ. Then full many a gem of purest ray serene is a line from. It's a line from. ആരുടേതാണ് എന്നാണ്? തോമസ് ഗ്രേ ആണോ? മാത്യു അർണോൾഡ് ആണോ? റോബർട്ട് ഫ്രോസ്റ്റ് ആണോ? എമിലി ഡിക്കിൻസൺ ആണോ? ഓക്കെ. Full many a gem of purest ray serene. Okay, very good. ആരുടേതാണ്? തോമസ് ഗ്രേ അല്ലെ? തോമസ് ഗ്രേ. ഏതാ തോമസ് ഗ്രേയുടെ? ഏതാ? എലഗി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. പോയം എല്ലാവരുടെ മനസ്സിലേക്കും വന്നു കഴിഞ്ഞു അല്ലെ? എലഗി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. ഓക്കെ. തോമസ് ഗ്രേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതാരുടേതാണ്? എലഗി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് ആരുടേതാണ്? തോമസ് ഗ്രേയുടേതാണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1751. 1751 തോമസ് ഗ്രേയുടെ എലഗി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ ഇതിലത്തെ മാത്യു അർണോൾഡിനെ എല്ലാവർക്കും അറിയാം. മാത്യു അർണോൾഡിന്റെ ഏതാണ്? ഡോവർ ബീച്ച് ആണ് അല്ലെ? മാത്യു അർണോൾഡിന്റെ ഡോവർ ബീച്ച്. ഓക്കെ. എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, വേഗത്തിൽ പോവാം. ഞാൻ അടുത്ത ചോദ്യം. ടോം ജോൺസ് ഈസ് എ ക്യാരക്ടർ ക്രിയേറ്റഡ് ബൈ. ടോം ജോൺസ്. ഡൈലാൻ തോമസ്, ജെയിംസ് ജോയ്സ്, സാമുവൽ റിച്ചാർഡ്സൺ ആൻഡ് ഹെൻറി ഫീൽഡിംഗ്. ആരുടേതാണ് ടോം ജോൺസ്? ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഹിസ്റ്ററി ഒക്കെ പറയുമ്പോൾ എടുത്ത് പറഞ്ഞിട്ടുള്ള വർക്കാണ് ടോം ജോൺസ് അല്ലെ? അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആരുടേതാണ്? ഹെൻറി ഫീൽഡിംഗ് ആണ്. ആരുടേതാണ്? ഹെൻറി ഫീൽഡിംഗ്. ടോം ജോൺസ് അല്ലെ? ശരിക്കും ദ ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ് എന്ന് പറഞ്ഞിട്ടാണ് 1749 ആണെന്ന് തോന്നുന്നു. 1749. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്ട്രോങ് സൺ ഓഫ് ഗോഡ്, ഇമ്മോർട്ടൽ ലവ്,
Thus begins strong son of God, immortal love. ഇത് തുടങ്ങുന്നത് The Wind Tower, In Memoriam, Tiresias and Lycidas. Okay, ഏതാ? വെരി ഗുഡ്. ഇൻ മെമ്മോറിയം ആണ് കേട്ടോ. ഇൻ മെമ്മോറിയത്തിന്റെ ഇയർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1850. ഓക്കെ, 1850. ആരുടേതാണ് ഇൻ മെമ്മോറിയം? ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ. ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ. പഠിച്ചേക്ക, ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇൻ മെമ്മോറിയം, ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ, 1850. 3 തറുവാണല്ലോ, ക്ലിയർ ആണ് അല്ലെ? ഇൻ മെമ്മോറിയം, ശരിക്കും ഇതിന്റെ ആ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ഇൻ മെമ്മോറിയം AHH എന്നുള്ളതാണ്. AHH, ഇൻ മെമ്മോറിയം AHH. എന്താണ് ഈ AHH എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആർതർ ഹെൻറി ഹലാം അല്ലെ? ആർതർ ഹെൻറി ഹലാം. ആർതർ ഹെൻറി ഹലാം ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയതാണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു വർക്ക്, ആൽഫ്രഡ് ലോർഡ് ടെന്നീസന്റെ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജസ്റ്റിൻ പിലേറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ അബൌട്ട്. ജസ്റ്റിൻ പിലേറ്റ് അല്ലെ? he asked a question about innocence, theology, truth and politics. ഓപ്ഷൻ എ ട്രൂത്ത് അല്ലെ, സോറി, ഓപ്ഷൻ സി എന്താണ്? ട്രൂത്ത് ആണ്, ട്രൂത്ത്. ഓക്കെ, then next question. The word agonistis in the title of Milton's play means. മിൽട്ടന്റെ പ്ലേ ആണ്, അതിന്റെ ടൈറ്റില് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻ പെയിൻ ആണോ? ഇൻ കോമ്പാക്ട്, അണ്ടർ ട്രയൽ, അണ്ടർ അറസ്റ്റ്. ഏതാണ്? മിൽട്ടന്റെ പ്ലേ ആണ്. ആ ടൈറ്റിൽ എന്താണ്? അഗനൈസ്ഡ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഇൻ കോമ്പാക്ട് ആണ് കേട്ടോ. ഇൻ കോമ്പാക്ട്. പ്ലേയുടെ പേര് ഓർക്കുക, ആരാണെന്നുള്ളതും ഓർക്കുക, മിൽട്ടൺ ആണ്. Then next question. The restoration refers to the restoration of. The restoration എന്നുള്ളത് കൊണ്ട് എന്താണ്? നെപ്പോളിയൻ ബോണപ്പാർട്ട്, ഒലിവർ ക്രോംവെൽ, ചാൾസ് I ആൻഡ് ചാൾസ് II. ഈ ഒരു ഹിസ്റ്ററിയിൽ നിന്ന് ആ ഇംഗ്ലീഷ് ലിറ്ററേച്ചറി ബേസ്ഡ് ആയിട്ടുള്ള 1-2 ചോദ്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയില് വരാം അല്ലെ? ആ റിസ്റ്റോറേഷൻ എന്നുള്ളത് ആരുടെയാണ് ഉദ്ദേശിക്കുന്നത്? ചാൾസ് II. 1660 അദ്ദേഹം എന്ത് ചെയ്യുന്നേ? ആരെ തോൽപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആരുടെ മരണമാണ്? ഒലിവർ ക്രോംവെൽ. ഒലിവർ ക്രോംവെൽ മരിച്ചപ്പോൾ തിരികെ വന്ന് ആ രാജ്യം ഏറ്റെടുക്കുന്നു. അതാണ് റിസ്റ്റോറേഷൻ. സോ റിസ്റ്റോറേഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. Grow old along with me, the best is yet to be. These lines are by. ഇതാരുടെ വരികളാണ്? ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ, റോബർട്ട് ബ്രൗണിംഗ്, വാൾട്ട് വിറ്റ്മാൻ ആൻഡ് സൽമാൻ റുഷ്ദി. ആരുടേതാണിത്? റോബർട്ട് ബ്രൗണിംഗ് ആണ് കേട്ടോ. റോബർട്ട് ബ്രൗണിംഗ്. ഗ്രോ ഓൾഡ് അലോങ് വിത്ത് മീ, ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു ബി എന്നുള്ളത് ആരുടെ വരികളാണ്? റോബർട്ട് ബ്രൗണിംഗ്. ഓപ്ഷൻ സി ആണോ? ബി അല്ലേ? റോബർട്ട് ബ്രൗണിംഗ് ആണ്. പോയം റാബി ബെൻ എസ്ര. ഏതാണ് ആ പോയം? റാബി ബെൻ എസ്ര. And it was in the year 1864. 1864 അത് പബ്ലിഷ് ചെയ്തത് കേട്ടോ. റോബർട്ട് ബ്രൗണിംഗ്. The next question. Ebenezer Scrooge is a character. ഇത് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കേട്ടോ. നമ്മളുടെ കാറ്റഗറി 3 ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ട് മാത്രമല്ല, മെയിൻ ക്യാരക്ടേഴ്സ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ മെയിൻ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ ആ ലിസ്റ്റിൽ വരാറുണ്ട്. ഇറ്റ് ഈസ് ഫ്രം. ഏതാണ്? ഓപ്ഷൻ എ ക്രിസ്മസ് കരോൾ ആണ് കേട്ടോ. എ ക്രിസ്മസ് കരോൾ. എ ക്രിസ്മസ് കരോൾ. ഓക്കെ, എ ക്രിസ്മസ് കരോൾ. അതൊരു നോവലാണ്. ചാൾസ് ഡിക്കൻസ് ആണ് കേട്ടോ. ക്രിസ്മസ് കരോൾ ആരാണ്? ചാൾസ് ഡിക്കൻസ്. ക്രിസ്മസ് കരോള്
ചാൾസ് ഡിക്കൻസ്. പേരും അതൊക്കെ എന്ത് ചെയ്യുക, ഓർത്തു പോവുക. നോവലാണ് ക്രിസ്മസ് കരോള് 1843 ആണ് അല്ലെ. ഓക്കെ, ദ 7 ages of man is a passage from. The 7 ages of man is a passage from. അതറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആരാണ്? ഏതാണ്? ട്വൽത്ത് നൈറ്റ് അല്ല, ഡോക്ടർ ഫോസ്റ്റേഴ്സ് അല്ല, എഡ്വേർഡ് രണ്ടാമനല്ല. ഏതാണ്? ആസ് യു ലൈക്ക് ഇറ്റ് ആരുടേതാണ്? ഷേക്സ്പിയർ ആണ് അല്ലെ. ആസ് യു ലൈക്ക് ഇറ്റ് ആരുടേതാണ്? ഷേക്സ്പിയർ ആണ്. നമുക്കറിയാം ഷേക്സ്പിയർ ജീവിതത്തിനെ ഒരു സ്റ്റേജിനോട് കമ്പയർ ചെയ്യുന്നതും അതൊക്കെ നമുക്ക് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഇപ്പൊ നമ്മൾ ഇൻഫിനിറ്റി ടു ഓൾഡ് ഏജ് വരെയുള്ള 7 ഏജസ് ഓഫ് മാനെ കുറിച്ച് പറയുന്നതാണ് ആസ് യു ലൈക്ക് ഇറ്റ്. ഓക്കെ, കമന്റ് ചെയ്യുന്നുണ്ട് ആസ് യു ലൈക്ക് ഇറ്റ്. മറ്റേ 12th നൈറ്റ് എന്ന് പറയുന്നതും ഷേക്സ്പീരിയൻ ആണ്. ഷേക്സ്പീരിയൻ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ വരുന്നതാണ് അല്ലെ. ഷേക്സ്പീരിയൻ റൊമാൻറ്റിക് കോമഡി ആണ് 12th നൈറ്റ്. പിന്നെ 12th നൈറ്റിലത്തെ കഥാപാത്രങ്ങൾ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. 12th നൈറ്റിൽ ആരാണ്? നിങ്ങൾക്ക് ആരൊക്കെ ഓർമ്മയുണ്ട്? വയോല. പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. വയോല ഏതാണ്? 12th നൈറ്റ് ആണ് വയോല. പിന്നെ ആരുടെ ഓർമ്മയുണ്ട്? വയോല വരൂ ഓർക്കട്ടെ. പിന്നെ ആരാ ഉള്ളത്? ഒലിവിയ. ഓക്കെ, ഒലിവിയ. എനിക്ക് ഓർമ്മയുള്ളതൊക്കെ ഞാൻ പറയാം. അടുത്താരാ നിങ്ങൾക്ക് ഓർമ്മയുള്ളത്? ഓർസിനോ ഉണ്ടോ? ഓർസിനോ ഉണ്ടോ? ദെൻ അടുത്തത് ഡ്യൂക്ക് ഓഫ് ഓർസിനോ, ഡ്യൂക്ക് ഓർസിനോ. ദെൻ സെബാസ്റ്റ്യൻ അല്ലെ, സെബാസ്റ്റ്യൻ. ഇതൊക്കെ എന്താണ്? നമുക്ക് ഒരു 12th നൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ വരുന്നതാണ്. ഈ ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ആ ഒരു ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ മാർലോയുടെ പ്ലേ ആണ്. ഡോക്ടർ ഫോസ്റ്റസ് ആരുടേതാണ്? ക്രിസ്റ്റഫർ മാർലോ. ക്രിസ്റ്റഫർ മാർലോയുടേതാണ് ഡോക്ടർ ഫോസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതൊരു എലിസബത്തൻ ട്രാജഡിയാണ്. എഡ്വാർഡ് രണ്ടാം എന്ന് പറയുന്നത് ആരുടെ തന്നെയാണ്? ക്രിസ്റ്റഫർ മാർലോ ആണ്. ദെൻ 45ാമത്തെ ചോദ്യം, ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ഈസ് എ വർക്ക് ബൈ. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത് തോമസ് ഹാർഡിയുടേതാണോ, ചാൾസ് ഡിക്കൻസിന്റേതാണോ, ജോർജ് ഏലിയറ്റ് ആണോ, ജോസഫ് കൊൺറാഡ് ആണോ? 45ാമത്തെ ചോദ്യം, ജോസഫ് കൊൺറാഡ്. ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ആരുടേതാണ്? ജോസഫ് കൊൺറാഡ് ആണ് കേട്ടോ. ജോസഫ് കൊൺറാഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ആർ ദ സോങ്സ് ഓഫ് സ്പ്രിംഗ്? വേർ ആർ ദേ? ഇത് ആരാ ചോദിക്കുന്നേ? അലക്സാണ്ടർ പോപ്പ് ആണോ, റോബർട്ട് സോതെ ആണോ, ജോൺ കീറ്റ്സ് ആണോ, എമിലി ഡിക്കിൻസൺ ആണോ? വേർ ആർ ദ സോങ്സ് ഓഫ് സ്പ്രിംഗ്, ആ വേർ ആർ ദേ എന്ന് പറയുന്നത് ആരാണ്? ജോൺ കീറ്റ്സ് ആണ് അല്ലെ. ആരാണ്? ജോൺ കീറ്റ്സിന്റെ വരികളാണ്. ഓപ്ഷൻ സി കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. കീറ്റ്സ് ആണ്. വെരി ഗുഡ്, ജോൺ കീറ്റ്സ്. അദ്ദേഹം ഒരു എന്താ, ഇറ്റ്സ് എ ഫേമസ് റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബൈ ജോൺ കീറ്റ്സ്. എവിടെയാണ് ഇത് ചോദിക്കുന്നത്? ഏതോടാണ്? പേരോർമ്മയുണ്ടോ? ഓഡ്. ഏത് ഓഡിലാണ് ജോൺ കീറ്റ്സ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? എവിടെയാണ്? ഓഡ്. ഏതോടാം? To autumn. To autumn. It's a famous rhetorical question asked by John Keats in his ode to autumn. To autumn എന്നുള്ളതിന്റെ 3rd stanzയിലാണ് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത് അല്ലെ. അല്ല, വെസ്റ്റ് വിൻഡ് അല്ല കേട്ടോ. ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് അല്ല, ഓഡ് ടു ഓട്ടം ആണ്. 1819 ഒരു ഓട്ടം എന്ന് പറയുന്ന പോയത്തിലാണ് അത് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. വളരെ ചെറിയ ഒരു ലൈഫ് സ്പാൻ ആണ് ജോൺ കീറ്റ്സിന്. 1795 ടു 1821. സെക്കൻഡ് ജനറേഷൻ പോയറ്റ്സ് ആണ് അല്ലെ. സെക്കൻഡ് ജനറേഷൻ പോയറ്റ് ആണ്. എലോങ് വിത്ത് ആരുടെയൊക്കെ കൂടെയാണ്? ലോർഡ് ബൈറൺ ആൻഡ് PB ഷെല്ലി. PB ഷെല്ലിയും ലോർഡ് ബൈറനും ജോൺ കീറ്റ്സും ഒക്കെയാണ് സെക്കൻഡ് ജനറേഷൻ റൊമാൻറ്റിക് പോയറ്റ്സില് വരുന്നത്. ടു ഓട്ടം എന്ന് പറയുന്ന ആ ഒരു ഇതിലാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കുറെ ഓടുകളുണ്ട്. ഓഡ് ടു നൈറ്റിംഗെയിൽ, ഓഡ് ടു നൈറ്റിംഗെയിൽ. പിന്നെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്
Odd on a Grecian urn. Odd on a Grecian urn. Okay. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കാം. പിന്നെ ഒരു പരീക്ഷയിൽ ചോദിച്ചതാണ് La Belle Dame Sans Mercy. La Belle Dame Sans Mercy. A lady, a beautiful lady without mercy. ആരുടേതാണ്? ജോൺ കീറ്റ്സിന്റേതാണ് അല്ലെ? അപ്പൊ നമുക്കതൊക്കെ പരിചയമുള്ളതാണ്. അടുത്ത ചോദ്യം 47. My mistress eyes are nothing like the sun is the first line of a. ഈ പറഞ്ഞ വരി ഒരു സോണറ്റിന്റേതാണോ, പാസ്റ്ററൽ എലഗി ആണോ, ഡ്രമാറ്റിക് മോണോലോഗ് ആണോ, ഓടാണോ? My mistress eyes are nothing like the sun എന്നുള്ളത് എന്തിന്റെ ഭാഗമാണ്? ഏതിൻ്റെതാണ്? സോണറ്റ് ആണ് കേട്ടോ. സോണറ്റ്. സോണറ്റ് 130. ആരുടെയാണ് സോണറ്റ് 130? ഷേക്സ്പിയർ. ആരുടെ? ഷേക്സ്പീരിയൻ സോണറ്റ് 130 1609 154 സോണറ്റ് അടങ്ങുന്ന 154 സോണറ്റുകൾ അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ 130ാമത്തെ സോണറ്റിലത്തെ വരികളാണ് ഈ പറഞ്ഞതൊക്കെ. പാസ്റ്ററൽ എലഗി എന്താണെന്ന് നമുക്കറിയാം അല്ലെ? ലമൻ ഫോർ ഡെത്ത് ആണ്. ഡ്രമാറ്റിക് മോണോലോഗും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്താണ് അറിയാവുന്ന കാര്യങ്ങളാണ്. 48ാമത്തെ ചോദ്യം. A poet well known for writing poems on his birthday. Poet well known for his writing poems on his birthday. വളരെ റെയർ ആയിട്ടൊക്കെ ചോദിച്ചു കാണുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ ലിറ്ററേച്ചറും വർക്കും ക്യാരക്ടേഴ്സും ഒക്കെ കുത്തിയിരുന്ന് പഠിക്കും. ഈ ഒരു ചോദ്യം രവീന്ദ്രനാഥ ടാഗോർ അല്ല, സരോജിനി നായിഡു അല്ല, R.S. തോമസ് അല്ല. ഏതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? ഡൈലാൻ തോമസ് ആണ് കേട്ടോ. ഡൈലാൻ തോമസ്. ഓക്കെ. Then next question, 49 question. A vindication of the rights of women. A feminist writer, നമ്മുടെ വെർജീനിയ വൂൾഫും അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിനെ കുറിച്ച്. എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ. ആരാണ്? മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ് ആണ് കേട്ടോ. മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്. ഷി വാസ് നോൺ ആസ് ദ മദർ ഓഫ് മോഡേൺ ഫെമിനിസം. മേരി സ്റ്റോൺ വോൾക്രാഫ്റ്റ് എന്താണ്? മദർ ഓഫ് മോഡേൺ ഫെമിനിസം. മദർ ഓഫ് മോഡേൺ ഫെമിനിസം. മേരി സ്റ്റോൺ വോൾക്രാഫ്റ്റ്. പിന്നെ മേരി സ്റ്റോൺ വോൾക്രാഫ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാവുന്നത്? അവരുടെ വർക്കുകളൊക്കെ അറിയാലോ അല്ലെ? പിന്നെന്താണ്? എലൈൻ ഷോവോൾട്ടറും മേരി സ്റ്റോൺ വോൾക്രാഫ്റ്റർ, വെർജീനിയ വൂൾഫ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ആളുകളാണ്. ഓർത്തു വെക്കുക. അപ്പൊ ഡൊറോത്തി റിച്ചാർഡ്സൺ ആയാലും ഒക്കെ ചോദിച്ചു വെക്കാം. എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല നമുക്ക്. Then the last question, 50ാമത്തെ ചോദ്യമാണ്. The description of Cockdown occurs in. The description of Cockdown. Cockdown നമുക്ക് എവിടെയാ കാണാൻ പറ്റുന്നേ? The description of Cockdown എവിടെയാണുള്ളത്? ഏത് വർക്കിലാണ്? ഹാർഡ് ടൈംസ് ആണ് കേട്ടോ. ഹാർഡ് ടൈംസ്. ഹാർഡ് ടൈംസ് ബൈ ആരാ? ചാൾസ് ഡിക്കൻസ്. ഹാർഡ് ടൈംസ് ബൈ ആരാണ്? ചാൾസ് ഡിക്കൻസ് ആണ്. ചാൾസ് ഡിക്കൻസ്. ഹാർഡ് ടൈംസ് ബൈ ചാൾസ് ഡിക്കൻസ്. അപ്പൊ നിങ്ങൾക്ക് കുറെ ചോദ്യങ്ങള് നമ്മൾ ഇവിടെ നിന്ന് എന്താണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതില് കുറെ ചോദ്യങ്ങളിൽ ഞാൻ ഉൾപ്പെടുത്താത്തത് മെയിൻ ആയിട്ട് ക്യാരക്ടേഴ്സിന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓർക്കുക കേട്ടോ. അന്റോണിയോ. അന്റോണിയോ നമുക്ക് എവിടെയാണ്? മെർച്ചന്റ് ഓഫ് വെനീസ്. മെർച്ചന്റ് ഓഫ് വെനീസ്. അന്റോണിയോ അപ്പൊ തന്നെ പഠിക്കാം. അന്റോണിയോ മെർച്ചന്റ് ഓഫ് വെനീസ്. നമ്മുടെ മുൻകാല ചോദ്യങ്ങളിൽ ചോദിച്ച ചില ക്യാരക്ടേഴ്സ് ആണ്. ഏരിയൽ. ഏരിയൽ ഏതാണ്? ഏരിയൽ ഏതാണ്? ഏരിയൽ ദ ടെംപെസ്റ്റ്. ഏരിയൽ ഏതാണ്? ദ ടെംപെസ്റ്റ്. ഏരിയൽ ദ ടെംപെസ്റ്റ്. ഓക്കെ. ഞാൻ കുറച്ച് ക്യാരക്ടേഴ്സ് പറയാം, എളുപ്പത്തില് എഴുതിയെടുക്കാം. ദെൻ അടുത്ത് നമുക്ക് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ക്ലോഡിയസ്. ക്ലോഡിയസ്. ഹാംലെറ്റ്. ക്ലോഡിയസ് എവിടെയാണ്? ഹാംലെറ്റ് ആണ്. ദെൻ കോർഡെലിയ. കോർഡെലിയ ഓർമ്മയുണ്ടോ? കിങ് ലിയർ ആണ് അല്ലെ? കോർഡെലിയ ഏതാണ്? കിങ് ലിയർ ആണ്.
പിന്നെ നമുക്കറിയാം ഡെസ്ഡിമോണ, ഡെസ്ഡിമോണ, ഒഥല്ലോ. ഡെസ്ഡിമോണ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേണ്ട, അറിയാത്തത് മാത്രം വേഗത്തിൽ ഓർത്തു വെക്കുക. ഡെസ്ഡിമോണ ഏതാണ്? ഒഥല്ലോ ആണ് അല്ലെ. then അടുത്തത് ജെർട്രൂഡ്. ജെർട്രൂഡ് ചോദിച്ചിട്ടുണ്ട്, ഹാംലെറ്റ് ആണ് കേട്ടോ. ജെർട്രൂഡ് ഏതാണ്? ഹാംലെറ്റ്, ജെർട്രൂഡ്. then റീസെന്റ് ചോദിച്ച ചോദ്യമാണ് ഇയാഗോ. ഇയാഗോ ഫ്രം ഒഥല്ലോ. ഇയാഗോ, ഒഥല്ലോ. then അടുത്തത് ഒർലാൻഡോ. ഒർലാൻഡോ, ആസ് യു ലൈക്ക് ഇറ്റ്. ഇതൊക്കെ ഷേക്സ്പിയർ ഡ്രാമയിൽ നിന്നൊക്കെ എപ്പോഴും എന്ത് ചോദിക്കുന്നതാണ്? റോസലിൻഡ് അല്ലെ. റോസലിൻഡ് ഏതാണ്? ആസ് യു ലൈക്ക് ഇറ്റ്. റോസലിൻഡ് ഏതാണ്? ആസ് യു ലൈക്ക് ഇറ്റ്. പിന്നെ 2024 ചോദിച്ചതാണ് ടച്ച്സ്റ്റോൺ. ടച്ച്സ്റ്റോണും ഏതന്നെയാണ്? ആസ് യു ലൈക്ക് ഇറ്റ് ആണ്. വയോല. വയോല ഞാൻ പറഞ്ഞല്ലോ 12th നൈറ്റിലെ ചോദ്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മളുടെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ലൈവ് ഇവിടെ അവസാനിക്കാണ്. എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വളരെ 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 നന്നായിട്ട് തന്നെ എഴുതാൻ സാധിക്കട്ടെ. ഇന്നത്തെ ലൈവിൽ നിന്നുള്ള കുറച്ച് ചോദ്യമെങ്കിലും നിങ്ങളുടെ പരീക്ഷയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.